മാസ്റ്റർ കീ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അഞ്ജന റജിയയാർ. നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന രസതന്ത്രവുമായി ബന്ധപ്പെട്ട കുറച്ചധികം റിവിഷൻ ക്വസ്റ്റ്യനുകളിലേക്കാണ്. അതായത് നമുക്ക് ഇതുവരെ PSC ചോദിച്ച കുറേ അധികം ചോദ്യങ്ങളൊന്ന് പരിചയപ്പെട്ടാലോ? പരിചയപ്പെടാം. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. അതാണ്ട് ഇവിടെ PSC ചോദിച്ച ഒരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസിലൊന്നാണ്, കലോറിക മൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും മികച്ച ഇന്ധനമേത്? ചോദ്യം, കലോറിക മൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും മികച്ച ഇന്ധനമേത്? ഓപ്ഷൻസ് വായിക്കാം. ഹൈഡ്രജൻ, മീഥേൻ, പെട്രോൾ, LPG. ഇത്രയും പേര് നമ്മുടെ ഓപ്ഷനിലുണ്ട്. അപ്പോൾ കലോറിക മൂല്യം എന്ന് പറയപ്പെടുന്ന ഭാഗമാണ്. അപ്പോൾ ഒരു യൂണിറ്റ് ഇന്ധനം നമ്മുടെ ഓക്സിജൻ്റെ നല്ല ഓക്സിജൻ്റെ സാന്നിധ്യത്തിൽ കത്തിത്തീരുമ്പോൾ എത്രത്തോളം താപം അതിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട് എന്നുള്ളതിൻ്റെ അളവിനെയാണ് നമ്മൾ കലോറിക മൂല്യം എന്ന് പറയാറുള്ളത്. അപ്പോൾ ഓർത്ത് വെച്ചോളാം, ഒരു യൂണിറ്റ് ഇന്ധനം ഓക്സിജൻ്റെ സാന്നിധ്യത്തിൽ പൂർണ്ണമായിട്ടും കത്തിത്തീരാൻ ആവശ്യമായ താപോർജ്ജം, അപ്പം പുറത്തുവിടുന്ന താപത്തിൻ്റെ അളവിനെയാണ് നമ്മൾ എന്ത് പറയുക? കലോറിക മൂല്യം എന്ന് പറയുക. കലോറിക മൂല്യം ഏറ്റവുമുള്ള ഇന്ധനം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഹൈഡ്രജൻ ആണ്. ഏറ്റവും കലോറിക മൂല്യം ഏറ്റവും കൂടിയ ഇന്ധനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹൈഡ്രജൻ ആണ്. ഒരു കാരണവശാലും മറക്കല്ല. 1,50,000 എത്രയാണ്? 50,000 കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ് നമ്മുടെ ഹൈഡ്രജൻ്റെ കലോറിക മൂല്യം എന്ന് പറയുന്നത്. 1,50,000 കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ് ഹൈഡ്രജൻ്റെ കലോറിക മൂല്യമായിട്ട് നമ്മൾ കരുതുന്നത്. ക്ലിയർ ആയില്ലേ ഹൈഡ്രജൻ്റെ കലോറിക മൂല്യം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഐസോടോപ്പ് ഏത് എന്നാണ് ചോദ്യം. ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഐസോടോപ്പ് ഏത്? ഓപ്ഷൻസ്: യുറേനിയം 235, കൊബാൾട്ട് 60, സോഡിയം 24, അയൺ 59. എല്ലാ ഐസോടോപ്പുകളെയും നല്ല പരിചയമാണ് അല്ലേ? അതിനകത്ത് ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഐസോടോപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ അത് കൊബാൾട്ട് 60 ആണ്. കൊബാൾട്ട് 60 ആണ്. ഓർത്ത് വെച്ചേക്കുക, ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഐസോടോപ്പാണ് ഏത്? കൊബാൾട്ട് 60 എന്ന് പറയപ്പെടുന്ന ഐസോടോപ്പ് മറന്നു പോകരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് ഐസോടോപ്പുകളെ പരിചയപ്പെട്ടാലോ? പുതിയ പുസ്തകത്തിൽ നിന്നും PSC ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ചധികം ഐസോടോപ്പുകളിലേക്കാണ് പോകുന്നത്. പുതിയ പുസ്തകത്തിനകത്ത് നമുക്ക് ഐസോടോപ്പുകളും അവയുടെ ഉപയോഗം എന്നും പറഞ്ഞ് പുതിയൊരു ടേബിളൂടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം, ടേബിളുകൾ പരിചയപ്പെടാം. ആദ്യം അയഡിൻ 131 ആണ് കൊടുത്തിരിക്കുന്നത്. അയഡിൻ 131 തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനങ്ങളും പഠനത്തിനും ചികിത്സയ്ക്കും. അപ്പോൾ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനങ്ങളുടെ പഠനത്തിനും ചികിത്സയ്ക്കുമായിട്ടാണ് നമ്മൾ അയഡിൻ 31 യൂസ് ചെയ്യുന്നത്. അയഡിൻ 31 ഹൈപ്പർ തൈറോയിഡിസം ചികിത്സയ്ക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്ന് പഠിച്ചു വെക്കുക. അല്ലെങ്കിൽ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനങ്ങളുടെ പഠനത്തിനും ചികിത്സയ്ക്കുമായിട്ട് അയഡിൻ 131 യൂസ് ചെയ്യുന്നുണ്ട്. അയഡിൻ 131 ഇങ്ങനെയായിരിക്കും സിമ്പിളായിട്ട് വന്ന് കിടക്കുക. ഓക്കെ, അടുത്ത യുറേനിയം 235 നമ്മൾ ഇപ്പോൾ കണ്ടതേ ഉള്ളൂ അല്ലേ? യുറേനിയം 235 ഓപ്ഷനിൽ യുറേനിയം 235നെ നമ്മൾ യൂസ് ചെയ്യുന്നത് ആണവ നിലയങ്ങളിലെ ഇന്ധനമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആണവ നിലയങ്ങളിലെ ഇന്ധനമായിട്ട് യൂസ് ചെയ്യുന്ന ആരെയാണെന്ന് ചോദിച്ചാൽ യുറേനിയം 235നെയാണെന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഇനി കൊബാൾട്ട് 60 നമ്മളിപ്പോൾ പഠിച്ചുള്ളൂ, ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ആരെയാണ്? കൊബാൾട്ട് 60നെയാണ്. ഇനി അടുത്ത സോഡിയം 24 ആണ്. സോഡിയം 24 നമ്മൾ വ്യാവസായിക പൈപ്പ് ലൈനുകളിലെ ചോർച്ച കണ്ടെത്താൻ വേണ്ടി, അപ്പം ഏതെങ്കിലും വ്യാവസായിക പൈപ്പ് ലൈനിൽ ലീക്കേജ് സംഭവിക്കുകയാണെങ്കിൽ അത് കണ്ടെത്താൻ വേണ്ടിയിട്ട് സോഡിയം 24 യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ആൻജിയോഗ്രാം ടെസ്റ്റിന് വേണ്ടി യൂസ് ചെയ്യുന്ന ആരെയാണ്? സോഡിയം 24നെയാണ്. ഓർത്ത് വെച്ചോളുക. അടുത്തയാണ് അയൺ 59. അയൺ 59 എന്ന് പറയപ്പെടുന്നത് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക എന്ന് ചോദിച്ചാൽ അയണിൻ്റെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ്, രോഗാവസ്ഥയാണ് അനീമിയ അല്ലെങ്കിൽ വിളർച്ച എന്ന് പറയുന്നത്. അപ്പോൾ അനീമിയ നിർണ്ണയിക്കാൻ അല്ലെങ്കിൽ വിളർച്ച ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇത് അയൺ 59 എന്ന് പറയപ്പെടുന്ന ഐസോടോപ്പ്. അപ്പോൾ അയഡിൻ 131 തൈറോയ്ഡ് ഗ്രന്ഥിയിലെ പ്രവർത്തനങ്ങളുടെ പഠനത്തിനും ചികിത്സയ്ക്കുമായിട്ടാണ്. യുറേനിയം 235 ആണവ നിലയങ്ങളിൽ ഇന്ധനമായി യൂസ് ചെയ്യുന്നു. കൊബാൾട്ട് 60 ക്യാൻസർ ചികിത്സയ്ക്ക് യൂസ് ചെയ്യുന്നു. സോഡിയം 24 വ്യാവസായിക പൈപ്പ് ലൈനുകളിലെ ചോർച്ച കണ്ടെത്താൻ വേണ്ടി യൂസ് ചെയ്യുന്നു. അയൺ 59 അനീമിയ നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ കുറച്ചധികം ഐസോടോപ്പുകളുടെ കാര്യമാണ് ഇത്. പുതിയ പുസ്തകത്തിൽ നിന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. നന്നായിട്ട് ശ്രദ്ധിച്ചു വെച്ചോളൂ. അപ്പം ക്യാൻസർ ചികിത്സ ഓൾറെഡി ചോദിച്ചു കഴിഞ്ഞിരിക്കുന്നു, ശ്രദ്ധിക്കുക. ഇനി അടുത്തതിലേക്ക് വരാം.
ബോക്സൈറ്റ് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? നമുക്കറിയാം സ്ഥിരമായിട്ട് PSC ചോദിക്കുന്ന കുറച്ചധികം അയിരുകളുണ്ട്. ആ കൂട്ടത്തിൽ ഒന്നാണ് ഇത് ബോക്സൈറ്റ്. അപ്പോൾ ബോക്സൈറ്റിൻ്റെ ഓർ ഏതാണെന്നാണ് ചോദ്യം. നമുക്ക് നോക്കാം. ബോക്സൈറ്റ് ഏത് ലോഹത്തിൻ്റെ അയിരാണെന്നാണ് ചോദ്യം. ഇരുമ്പുണ്ട്, ചെമ്പ്, സിങ്ക്, അലുമിനിയം. 4 പേര് ഓപ്ഷനിലുണ്ട്. എപ്പോഴും ചോദിക്കുന്ന ഇരുമ്പും ചെമ്പും സിങ്കും അലുമിനിയം തന്നെ ഓപ്ഷനിലുണ്ട്. ബോക്സൈറ്റ് എല്ലാവർക്കും അറിയാം ഏതാണ്? അലുമിനിയത്തിൻ്റെ അയിരാണ് ഏത്? ബോക്സൈറ്റ്. അപ്പോൾ അലുമിനിയത്തിൻ്റെ അയിര് ഏതാണ്? ബോക്സൈറ്റ് ആണ്. സിങ്കിൻ്റെ എപ്പോഴും ചോദിക്കുന്നതാണ് കലാമിൻ എന്ന് പറയപ്പെടുന്ന അയിര്, ഓർത്ത് വെച്ചേക്കുക. ചെമ്പിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള മാലക്കൈറ്റ്, കുപ്രൈറ്റ് എന്നിവ സ്ഥിരമായി ചോദിക്കുന്നതാണ്. ഇരുമ്പ് ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റും അയൺ പൈറൈറ്റിസുമാണ് PSCയുടെ ഫേവറേറ്റ്. ചില സന്ദർഭങ്ങളിൽ സിഡറൈറ്റും ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ ഇരുമ്പുമായി ബന്ധപ്പെട്ട ധാതുക്കളാണ്, ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, നമുക്ക് നോക്കിയാലോ ധാതുക്കളെയൊക്കെ ഏതാണ്ട് ഇവിടെ തന്നിട്ടുണ്ട്. ധാതുക്കളുടെ എല്ലാം പേര്. അലുമിനിയത്തിൻ്റെ ഏതാണ് അയിര്? ബോക്സൈറ്റ് ആണ്. അയണിൻ്റെ ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റും ആണ്. കോപ്പർ പൈറൈറ്റിസും കുപ്രൈറ്റും പിന്നെ മാലക്കൈറ്റ് എന്ന് പറയപ്പെടുന്ന ഒന്നും കൂടിയുണ്ട്. സിങ്ക് ബ്ലെൻഡും കലാമിനുമാണ്. ഇനി അലൂമിനിയത്തിൻ്റെ അയിരുകളെ എല്ലാം തന്നെ പഠിക്കുമ്പോൾ ധാതുക്കളുടെ എല്ലാം പേര് പഠിക്കണം. പ്രധാനപ്പെട്ട അയിര് ബോക്സൈറ്റ് ആണ്. ധാതുക്കൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ബോക്സൈറ്റ്, കൊറണ്ടം, കയോലിനൈറ്റ്, അലുനൈറ്റ്, ക്രയോലൈറ്റ്, ഫെൽസ്പാർ എല്ലാം തന്നെ എന്താണ്? അലൂമിനിയത്തിൻ്റെ ധാതുക്കളാണ്. എല്ലാവരും ഓർത്ത് വെച്ചേക്കണം. ബോക്സൈറ്റ് ഉണ്ട്, കൊറണ്ടം ഉണ്ട്, കയോലിനൈറ്റ് ഉണ്ട്, അലുനൈറ്റ് ഉണ്ട്, ക്രയോലൈറ്റ് ഉണ്ട്, ഫെൽസ്പാർ ഉണ്ട്. ഇതെല്ലാം തന്നെ അലൂമിനിയത്തിൻ്റെ ധാതുക്കളാണ്. ഇതിൽ പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന പദാർത്ഥങ്ങളിൽ വെച്ച് ഏറ്റവും കാഠിന്യം കൂടിയ പദാർത്ഥം വജ്രമാണെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന പദാർത്ഥങ്ങളിൽ കാഠിന്യം കൂടിയ രണ്ടാമത്തെ പദാർത്ഥം ഏതാണെന്ന് അറിയാമോ? അത് നമ്മുടെ കൊറണ്ടമാണ്. ഏതാണ്? കൊറണ്ടമാണ്, ഓർത്ത് വെച്ചിരിക്കുക. പിന്നെ നമുക്കറിയാം കയോലിനൈറ്റ് എന്ന് വെച്ചാൽ നമ്മൾ കളിമണ്ണ്, ചെളി എന്നൊക്കെ വിളിക്കുന്ന രൂപമാണ് ഏത്? കയോലിനൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കളിമണ്ണ്, ചെളി എന്നൊക്കെ അറിയപ്പെടുന്നതാണ് ഏത്? കയോലിനൈറ്റ്, ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അലൂമിനിയത്തിൻ്റെ പ്രധാനപ്പെട്ട ധാതുക്കൾ. അതിൽ അയിര് ഏതാണെന്ന് ചോദിച്ചാൽ ബോക്സൈറ്റ് ആണെന്നും ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ. എല്ലാവരുടെയും പേരുകൾ ബൈഹാർട്ടായിരിക്കണം, മറന്നു പോകരുത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ചോദ്യം ഇതാണ്, എളുപ്പമുള്ള ചോദ്യമാണ്. കാഥോഡ് രശ്മികളുടെ സവിശേഷത അല്ലാത്തത് ഏത്? ഇത് നമ്മുടെ പുതിയ പുസ്തകത്തിൽ നിന്നുള്ള പുതിയ ചോദ്യമാണ് PSCയുടെ. അപ്പോൾ കാഥോഡ് രശ്മികളുടെ സവിശേഷത അല്ലാത്തത് ഏത് എന്നാണ്. ഇതൊക്കെയാണെന്ന് നോക്കാം. പോസിറ്റീവ് ചാർജ് ഉണ്ട്, നേർരേഖയിൽ സഞ്ചരിക്കുന്നു, മാസ് ഉണ്ട്, കാന്തിക മണ്ഡലത്തിൽ ഇവയുടെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു. അപ്പോൾ ആരാണ് കാഥോഡ് രശ്മികളെ കണ്ടെത്തിയത്? എന്താണ് കാഥോഡ് രശ്മികളുടെ സവിശേഷതകൾ? നമുക്കൊന്ന് പഠിച്ചാലോ? യെസ്, പഠിക്കാം. ശ്രദ്ധിച്ച് കേട്ടോണം. കാഥോഡ് രശ്മികളുടെ കാര്യമാണ് പറയാൻ പോകുന്നത്. കാഥോഡ് രശ്മികളെ കണ്ടെത്തിയത് വില്യം ക്രൂക്സ് ആണ്. പേര് എഴുതിയിട്ടില്ല, നിങ്ങൾ പഠിച്ചോളൂ. വില്യം ക്രൂക്സ് ആണ്. അപ്പോൾ നമുക്ക് കാഥോഡ് രശ്മികളുടെ സവിശേഷതകൾ പഠിക്കാം. അതിന് മുന്നേ കാഥോഡ് റേ ട്യൂബിനെ പരിചയമുണ്ട്. കാഥോഡ് റേ ട്യൂബ് ഹെൻറിച്ച് ഗ്ലിസർ കണ്ടെത്തിയ കാഥോഡ് റേ ട്യൂബ് മനസ്സിലേക്ക് വന്നേ. കാഥോഡ് റേ ട്യൂബ് നിങ്ങളുടെ കയ്യിലിരിക്കുകയാണ്. ആ കാഥോഡ് റേ ട്യൂബ്, ഇതൊരു കാഥോഡ് റേ ട്യൂബ് ആണെന്ന് കരുതുക. ഈ കാഥോഡ് റേ ട്യൂബിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കാഥോഡ് രശ്മികളെ കടത്തിവിടാൻ പോവാണ്. ഇതാണ് ചെയ്യാൻ പോകുന്ന പരീക്ഷണം. അതിനുവേണ്ടി നമ്മൾ ആദ്യം തന്നെ ഒരു അധാര്യ വസ്തുവിനെ എടുത്ത് വെക്കാൻ പോവാണ്. കാഥോഡ് റേ ട്യൂബാണിത്. ഹെൻറിച്ച് ഗ്ലിസർ കണ്ടെത്തിയ കാഥോഡ് റേ ട്യൂബാണ്. കാഥോഡ് റേ ട്യൂബിൻ്റെ ഉള്ളിലേക്ക് ഒരു അധാര്യ വസ്തുവിനെ ഒക്കെയാണ്, ഒരു ഒപ്പേക്കാട്ടിലുള്ള ഒരു വസ്തുവിനെ എടുത്ത് വെക്കുകയാണ്. നമ്മൾ പ്രകാശം കടത്തിവിടാത്ത ഒരു പദാർത്ഥം എടുത്ത് വെക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വില്യം ക്രൂക്സ് കണ്ടെത്തിയ കാഥോഡ് റേസ് ഉണ്ടല്ലോ, കാഥോഡ് രശ്മികൾ, ഈ കാഥോഡ് രശ്മികളെ കടത്തിവിടുന്നു. കടത്തിവിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എന്ത് സംഭവിച്ചു? ഈ അധാര്യ വസ്തുവിൻ്റെ നിഴൽ രൂപപ്പെട്ടു. കണ്ടേ, അധാര്യ വസ്തുവിൻ്റെ നിഴൽ രൂപപ്പെടുന്ന ചിത്രം കണ്ടോ? നിഴൽ രൂപപ്പെട്ടു. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി കാഥോഡ് രശ്മികൾ നേർരേഖയിലാണ് സഞ്ചരിക്കുന്നത്. ഇത് മനസ്സിലാക്കി, കാഥോഡ് രശ്മികൾ നേർരേഖയിലാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ കാഥോഡ് റേ ട്യൂബ്, അതിൻ്റെ ഉള്ളിൽ ഒരു അധാര്യ വസ്തുവിനെ വെച്ചു. then ആരെ കടത്തിവിട്ടു? കാഥോഡ് രശ്മികളെ കടത്തിവിട്ടു. അപ്പോൾ ഈ അധാര്യ വസ്തുവിൻ്റെ നിഴൽ രൂപപ്പെട്ടു. അതിൽ നിന്ന് മനസ്സിലാക്കി കാഥോഡ് രശ്മികൾ നേർരേഖയിൽ സഞ്ചരിക്കുന്നു. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചു, നേർരേഖയിൽ സഞ്ചരിക്കുന്നു. രണ്ടാമത്തത്, നമുക്ക് കാഥോഡ് രശ്മികൾ അറിയാലോ, കാഥോഡ് റേ ട്യൂബിൻ്റെ ഉള്ളിലാണ്. കാഥോഡ് റേ ട്യൂബിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ആരെ കൊണ്ടുവന്ന് വെക്കാൻ പോവാണ്? ഒരു കറങ്ങുന്ന ഇതളുകളുള്ള കുഞ്ഞൊരു ഫാൻ. ഉത്സവത്തിനൊക്കെ പോകുമ്പോൾ വാങ്ങിക്കത്തില്ലേ കുഞ്ഞു ഫാൻ, ഒരു കുഞ്ഞു ഫാനെ കൊണ്ടുവന്ന് വെച്ചു. ഫിക്സ് ചെയ്തേ. എന്നിട്ട് അതിനകത്തൂടെ കാഥോഡ് രശ്മികളെ കടത്തിവിട്ടു. ആരെ കടത്തിവിട്ടെ? കാഥോഡ് രശ്മികളെ. അപ്പോൾ ഈ ഫാൻ കറങ്ങാൻ തുടങ്ങി. ഓക്കെ, ഫാൻ കറങ്ങുന്നതെന്ന് മനസ്സിലായി. കാഥോഡ് രശ്മികൾക്ക് എന്തുണ്ട്? മാസ് ഉണ്ട്. നമ്മൾ രണ്ടാമത്തെ പോയിന്റ് പഠിച്ചു, കാഥോഡ് രശ്മികൾക്ക് എന്തുണ്ട്? മാസ് ഉണ്ട്. 2 പോയിന്റായി. ഒന്നാമത് കാഥോഡ് രശ്മികൾ നേർരേഖയിൽ സഞ്ചരിക്കുന്നു. രണ്ടാമത്തെ എന്താണ്? കാഥോഡ് രശ്മികൾക്ക് മാസ് ഉള്ളതായിട്ട് മനസ്സിലാക്കി. ഇനി നമുക്ക് എന്ത് ചെയ്യാം?
നമ്മുടെ ഈ കാഥോഡ് രശ്മികളുടെ പാതയുടെ ഇരുവശത്തും നമ്മൾ ഈ കാഥോഡ് റേ ട്യൂബിനെ ഒരു വൈദ്യുത മണ്ഡലത്തിൽ ഫിക്സ് ചെയ്യുകയാണ്. വൈദ്യുത മണ്ഡലത്തിൽ ഫിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാം അവിടെ പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജും ഒക്കെ ഉണ്ടെന്ന് അറിയാമല്ലോ. എന്നിട്ട് അതിൽ കൂടെ നമുക്ക് കാഥോഡ് റേസിനെ കടത്തിവിടാം. കാഥോഡ് റേസിനെ കടത്തിവിട്ട് കഴിഞ്ഞപ്പോൾ ഈ കാഥോഡ് രശ്മികളെല്ലാം എങ്ങോട്ട് ആകർഷിച്ചു? പോസിറ്റീവ് ഭാഗത്തേക്ക് ആകർഷിക്കുന്നു. കാഥോഡ് രശ്മികളെല്ലാം എങ്ങോട്ട് ആകർഷിച്ചു? പോസിറ്റീവ് ഭാഗത്തേക്ക് ആകർഷിച്ചു. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി കാഥോഡ് രശ്മികളുടെ ചാർജ് നെഗറ്റീവ് ആണ്. അതിൽ നിന്ന് മനസ്സിലാക്കി കാഥോഡ് രശ്മികൾക്ക് നെഗറ്റീവ് ചാർജ് ഉണ്ടെന്ന് മനസ്സിലാക്കി. ഓക്കെ ആണ്. മൂന്നാമത്തെ പോയിന്റും കിട്ടി. കാഥോഡ് രശ്മികൾക്ക് നെഗറ്റീവ് ചാർജ് ആണ്. ഇനി നാലാമത്തത്, നമ്മുടെ ഈ കാഥോഡ് റേ ട്യൂബിനെ മുമ്പേ ഇലക്ട്രിക് ഫീൽഡിലല്ലേ വെച്ച്, ഈ തവണ മാഗ്നറ്റിക് ഫീൽഡ് കാന്തിക മണ്ഡലത്തിൽ കൊണ്ടുവന്ന് വെക്കാം. എന്നിട്ട് അതിൽ കൂടെ ആരെ കടത്തിവിടാം? കാഥോഡ് രശ്മികളെ കടത്തിവിടാം. ഈ കാഥോഡ് രശ്മികളെ കടത്തിവിട്ടപ്പോൾ അവയുടെ പാതയിൽ വ്യതിയാനം സംഭവിച്ചു. അവയുടെ പാതയിൽ എന്ത് സംഭവിച്ചു? വ്യതിയാനം സംഭവിച്ചു. അതാണ് കാന്തിക മണ്ഡലത്തിൽ കാഥോഡ് രശ്മികളുടെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു. ക്ലിയർ ആണല്ലോ? ഈ 4 പോയിന്റുകളും ആരുമായി ബന്ധപ്പെട്ടാണ്? കാഥോഡ് രശ്മികളുടെ സവിശേഷതകളായിട്ട് പാഠപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളാണ്. ഈ കാഥോഡ് രശ്മികളുടെ മൂന്നാമത്തെ സവിശേഷതയിൽ നമ്മൾ നെഗറ്റീവ് ചാർജ് കണ്ടെത്തി. ഈ നെഗറ്റീവ് ചാർജ് കണ്ടെത്തുന്നതാണ് നമ്മളെ ഇലക്ട്രോണിലേക്ക് നയിക്കുന്നത്. ഇലക്ട്രോണിൻ്റെ കണ്ടുപിടുത്തത്തിലേക്ക് ജെ തോംസനെ നയിക്കുന്നതെന്നും കൂടി ഓർത്ത് വെച്ചോളുക. അപ്പോൾ നമുക്ക് ആ പോയിന്റുകളൊക്കെ ഒന്നുകൂടെ ഒന്ന് വായിച്ചു നോക്കാം. എന്നിട്ട് ശരിയും തെറ്റും കണ്ടുപിടിക്കാം. കാഥോഡ് രശ്മികളുടെ സവിശേഷത അല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ വായിച്ചത്? പോസിറ്റീവ് ചാർജ് ഉണ്ട്. അങ്ങനെയാണോ പഠിച്ചേ? അല്ല, കാഥോഡ് രശ്മികൾക്ക് ഏതാണ്? നെഗറ്റീവ് ചാർജ്. അപ്പം തന്നെ നമ്മുടെ ആൻസർ കിട്ടി. അല്ലാത്തത് ഏതാണ്? പോസിറ്റീവ് ചാർജ് ഉണ്ടെന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റല്ലേ? ആണ്. കാരണം കാഥോഡ് രശ്മികളുടെ ചാർജ് ഏതാണെന്നാണ് പഠിച്ചത്? നെഗറ്റീവ് ചാർജ്. ദെൻ കാഥോഡ് രശ്മികൾ നേർരേഖയിൽ സഞ്ചരിക്കുന്നു, പഠിച്ചു. കാഥോഡ് രശ്മികൾക്ക് മാസ് ഉണ്ട്, നമ്മൾ പഠിച്ചു. കാഥോഡ് രശ്മികൾ കാന്തിക മണ്ഡലത്തിൽ അവയുടെ പാതയിൽ വ്യതിയാനം സംഭവിക്കുന്നു. ഈ പോയിന്റുകളെല്ലാം നമ്മൾ പാഠപുസ്തകത്തിൽ നിന്ന് പഠിച്ചിരിക്കുകയാണ്. നമുക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു. കാഥോഡ് രശ്മികളുടെ സവിശേഷത അല്ലാത്തത് അവയ്ക്ക് പോസിറ്റീവ് ചാർജ് ഉണ്ട് എന്ന് പറഞ്ഞ കാര്യമാണ്. ക്ലിയർ ആയില്ലേ? യെസ്, ക്ലിയർ ആയി എന്ന് കരുതുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമുക്ക് അടുത്ത ചോദ്യം, അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന വാതകം. വളരെ എളുപ്പമുള്ള മറ്റൊരു ചോദ്യമാണ്. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന വാതകം ഏതാണ്? ഓക്സിജൻ, നൈട്രജൻ, ഹൈഡ്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ്. നമുക്കറിയാം അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം അതേതാണ്? നൈട്രജൻ ആണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരു 78% നമുക്ക് ആരെ കാണാൻ സാധിക്കും? നൈട്രജനെ കാണാൻ സാധിക്കും. അപ്പോൾ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം ഏതാണ്? നൈട്രജൻ ആണ്. രണ്ടാം സ്ഥാനം ഓക്സിജൻ ആണ്, 21%. ഓർത്ത് വെച്ചിരിക്കുക. ഈ പുതിയ പാഠപുസ്തകം പ്രകാരം അതിൽ കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണ്? ദാണ്ട ഈ ഒരു പൈച്ചാട്ട് നോക്കുക. ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന നൈട്രജൻ 78%, രണ്ടാം സ്ഥാനത്ത് ഓക്സിജൻ 21%. മറന്നു പോകരുത്. ക്ലിയർ ആണല്ലോ? ഇതാണ് നമ്മുടെ പുതിയ പാഠപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന അന്തരീക്ഷത്തിലെ വാതകങ്ങളുടെ പൈച്ചാട്ട് എന്ന് ഓർത്ത് വെച്ചിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ലിറ്റ്മസ് പേപ്പറുമായി ബന്ധപ്പെട്ടാണ്. അതായത് നമ്മുടെ ആസിഡ് ടോപ്പിക്കാണ്. നീല ലിറ്റ്മസ് പേപ്പർ നാരങ്ങാനീരിൽ മുക്കുമ്പോൾ ചുവന്ന നിറത്തിന് കാരണം. ഓക്കെ, നമ്മുടെ കയ്യിലിരിക്കുന്ന എന്താ? നീല ലിറ്റ്മസ് പേപ്പറാണ്. എവിടെയാണ് മുക്കുന്നത്? നാരങ്ങാനീരിൽ മുക്കുകയാണ്. അപ്പോൾ ചുവന്ന നിറമാകുന്നതിന് കാരണം എന്താണെന്നാണ് ചോദ്യം. നമുക്ക് നോക്കാം. നാരങ്ങാനീരിന് ആൽക്കലിയുടെ സ്വഭാവമാണ്. അടുത്തത്, നാരങ്ങാനീരിന് ആൽക്കലിയുടെയോ ആസിഡിൻ്റെയോ സ്വഭാവം ഇല്ല. അടുത്തത്, നാരങ്ങാനീരിന് ആസിഡിൻ്റെ സ്വഭാവമാണ്. ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ഓക്കെ ആണ്. നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാം. നീല ലിറ്റ്മസ് പേപ്പറിനെ ചുവപ്പാക്കുന്നവ എന്താണെന്നാ പഠിച്ചിട്ടുള്ളത്? ആസിഡുകളാണ് അല്ലേടേ? നീല ലിറ്റ്മസ് പേപ്പറിനെ എന്താക്കി മാറ്റുകയാണ് ചെയ്തേക്കുന്നത്? ചുവപ്പാക്കി മാറ്റുന്നവയെ നമ്മൾ എന്ത് വിളിച്ചിട്ടുണ്ട്? ആസിഡ് എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ആസിഡ് വരണ്ടേ? നീല ലിറ്റ്മസ് പേപ്പർ നാരങ്ങാനീര്. നാരങ്ങാനീര് ആസിഡ് ആണോ? ആണ്. നാരങ്ങാനീരിലെ ആസിഡ് ഏതാണ്? നാരങ്ങാനീരിൽ സിട്രിക് ആസിഡ് ഉണ്ട്. അപ്പോൾ നീല ലിറ്റ്മസ് പേപ്പർ നാരങ്ങാനീരിൽ മുക്കിയപ്പോൾ ചുവന്ന നിറമായി. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ആരുടെ സ്വഭാവമാണ് നിങ്ങൾ കണ്ടത്? നാരങ്ങാനീരിൻ്റെ ആൽക്കലി സ്വഭാവമാണോ? അല്ല. ഏതാണ്? ആസിഡ് സ്വഭാവമാണ്. നാരങ്ങാനീരിന് ആസിഡിൻ്റെ സ്വഭാവമാണ് ഉള്ളത്. അപ്പോൾ തീർച്ചയായും ഓർത്ത് വെച്ചേക്കുക. അങ്ങനെ നിരവധി പദാർത്ഥങ്ങളിൽ ആസിഡുകൾ അടങ്ങിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് പേരെ ഒന്ന് പരിചയപ്പെടാം. അതായത് അതിന് മുന്നേ പാഠപുസ്തകത്തിൽ തന്നിരിക്കുന്ന കാര്യം വായിക്കുക. നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്ന പദാർത്ഥങ്ങളാണ് ആസിഡുകൾ. കണ്ടോ? നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്ന പദാർത്ഥങ്ങൾ ആസിഡുകളാണ്. അപ്പോൾ ഓർത്ത് വെച്ചേക്കണം,
നീല ലിറ്റ്മസിനെ എന്താക്കി മാറ്റുന്നവയാണ്? ചുവപ്പാക്കി മാറ്റുന്നവയാണ് എന്ത്? ആസിഡുകൾ. ഓർത്ത് വെച്ചേക്കുക. ഇനി തിരിച്ച് ചുവപ്പ് ലിറ്റ്മസിനെ എന്താക്കി മാറ്റുകയാണ്? നീലയാക്കി മാറ്റുന്നവയാണ് എന്ത്? ബേസുകൾ എന്ന് പറയുന്നത്. ഓക്കെ ആണ്. അപ്പോൾ ഇതൊന്ന് ഓർത്ത് വെച്ചേക്കണം. നീല ലിറ്റ്മസിനെ റെഡ് ആക്കുന്നവ ആസിഡുകളാണ്. റെഡ് ലിറ്റ്മസ് പേപ്പറിനെ നീലയാക്കി മാറ്റുന്നവ ബേസുകളാണ്. ഇത് പുസ്തകത്തിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്ന പദാർത്ഥങ്ങൾ ആസിഡുകളാണ്. ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കുന്ന പദാർത്ഥങ്ങളാണ് എന്ത്? ബേസുകൾ. ക്ലിയർ ആണ്? അപ്പോൾ തെറ്റിപ്പോവരുതേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. അടുത്തത് ഹൈഡ്രജനുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത്? ഹൈഡ്രജനുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്നതിൽ തെറ്റായ പ്രസ്താവന ഏത്? ഹൈഡ്രജൻ എന്ന എലമെന്റുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഹൈഡ്രജൻ നിറമില്ലാത്ത വാതകമാണ്. അടുത്ത ചോദ്യം, ഹൈഡ്രജൻ പെട്ടെന്ന് തീ പിടിക്കുകയും പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്ന വാതകമാണ്. അടുത്ത, ഹൈഡ്രജൻ റോക്കറ്റിലെ ഇന്ധനമായി ഉപയോഗിക്കുന്നു. ഹൈഡ്രജൻ രൂക്ഷഗന്ധമുള്ള വാതകമാണ്. നമുക്ക് തെറ്റായ പ്രസ്താവനയാണ് കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ളത്. നമുക്കറിയാം ഹൈഡ്രജൻ ഗ്യാസ്, ഹൈഡ്രജൻ ഗ്യാസിൻ്റെ ഹൈഡ്രജൻ ബലൂണുകളൊക്കെ കണ്ടിട്ടുണ്ട് നിങ്ങൾ. അപ്പോൾ അതിനകത്ത് ഹൈഡ്രജൻ ഗ്യാസ് നിറയ്ക്കുമ്പോൾ അതിന് നിറമുള്ളതായിട്ട് നിങ്ങൾ കാണുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഹൈഡ്രജൻ വാതകത്തിന് നിറമുള്ളതായിട്ട് കാണുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നിറം കാണുന്നില്ല. അപ്പോൾ ഹൈഡ്രജൻ നിറമില്ലാത്ത വാതകമാണ്. ഇതിവിടെ ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ അതല്ല ആൻസർ എന്ന് മനസ്സിലായി. ഇനി ഹൈഡ്രജൻ പെട്ടെന്ന് തീ പിടിക്കുകയും പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്നത്, ഹൈഡ്രജന് സ്ഫോടക ശേഷിയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ നിലവിൽ ഇന്ധനമായിട്ട് ആരെ യൂസ് ചെയ്യാത്തത്? ഹൈഡ്രജനെ യൂസ് ചെയ്യാത്തതെന്ന് നമുക്കറിയാം. അപ്പോൾ ഹൈഡ്രജൻ പെട്ടെന്ന് തീ പിടിക്കുകയും പൊട്ടിത്തെറിക്കുകയും സ്വയം കത്തുന്ന വാതകമാണിത് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. അപ്പോൾ ഹൈഡ്രജൻ പെട്ടെന്ന് തീ പിടിക്കുകയും അതോടൊപ്പം തന്നെ എന്തെങ്കിലും പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്ന വാതകമാണ്. അതും ശരിയായ പ്രസ്താവനയാണ്. ഇനി റോക്കറ്റുകളിലെ ഇന്ധനമായിട്ട് ഹൈഡ്രജനെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. റോക്കറ്റുകളിലെ ഇന്ധനമായിട്ട് നമുക്ക് ആരെ യൂസ് ചെയ്യാം? നിലവിൽ നമ്മുടെ സാങ്കേതിക വിദ്യകളൊക്കെ വികസിച്ചതിൻ്റെ ഭാഗമായിട്ട് റോക്കറ്റുകളിൽ ഇന്ധനമായിട്ട് നമ്മൾ ആരെ യൂസ് ചെയ്യുന്നുണ്ട്? ഹൈഡ്രജനെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ഓർത്തോളുക. ഇനി ഹൈഡ്രജൻ രൂക്ഷഗന്ധമുള്ള വാതകമാണ്. നമുക്കറിയാം ഹൈഡ്രജൻ ബലൂണുകൾ നമ്മൾ അടുത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഭയങ്കര രൂക്ഷമായ ഗന്ധമാണോ നമുക്ക് അനുഭവപ്പെടുക? അല്ല. ഹൈഡ്രജന് രൂക്ഷഗന്ധമുള്ള വാതകമാണ് എന്ന സ്റ്റേറ്റ്മെന്റ് ഇവിടെ എന്താണ്? തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓർത്ത് വെച്ചോണം, ഹൈഡ്രജൻ രൂക്ഷഗന്ധമുള്ള വാതകമാണ്. ഹൈഡ്രജനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന കണ്ടുപിടിക്കാനാണ്. തെറ്റായ പ്രസ്താവന ഹൈഡ്രജൻ രൂക്ഷഗന്ധമുള്ള വാതകമാണ് എന്ന സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ തെറ്റായ പ്രസ്താവന നമ്മൾ കണ്ടുപിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതായിരിക്കും ഓപ്ഷൻ ഡി ആണ് നമ്മളുടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഹൈഡ്രജനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. ഇനി അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാണ്. അടുത്ത ചോദ്യം ഇതാണ്. ആറ്റത്തിൻ്റെ ഉള്ളിൽ കാണപ്പെടുന്ന കണങ്ങളും അവയെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞന്മാരുടെ പേരുകളും നൽകിയിരിക്കുന്നു. ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ കണ്ടെത്തുക. ഇത് ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ കണ്ടെത്താനാണ് ചോദ്യം. അപ്പം ഒരു ചോദ്യം ഓരോ ആൻസർ ഉണ്ടായിരിക്കാം, ചിലപ്പോൾ ഒന്നിലധികം ആൻസറുകൾ ഉണ്ടായിരിക്കാം. ഇത് ശരിയായതാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ ഓപ്ഷൻസ് വായിച്ചു നോക്കാം. ഇലക്ട്രോൺ ജെ തോംസൺ, അടുത്ത പ്രോട്ടോൺ ഹെൻറി മോസ്ലി, അടുത്ത ന്യൂട്രോൺ ജെയിംസ് ചാഡ്വിക്ക്, അതിനുശേഷം പ്രോട്ടോൺ ഏണസ്റ്റ് റൂദർഫോർഡ്. നമുക്ക് നോക്കാം. ഇലക്ട്രോൺ കണ്ടെത്തിയ ആരാണ്? ജെ തോംസൺ ആണ്. അപ്പോൾ ഓപ്ഷൻ 1 ശരിയാണ്. ഇലക്ട്രോൺ കണ്ടെത്തിയത് ജെ തോംസൺ ആണ്. അപ്പോൾ 1 ഉള്ളതായിരിക്കും ഇതിൽ ശരിയാവാൻ ചാൻസ് ഉള്ളവ. ഏതൊക്കെ ഓപ്ഷനിൽ 1 ഉണ്ട്? എ ഓപ്ഷനിൽ 1 ഉണ്ട്. പിന്നെ ഡി ഓപ്ഷനിൽ നമുക്ക് 1 കാണാം. അപ്പോൾ ബാക്കി രണ്ടുപേരും വരാൻ ചാൻസ് ഇല്ല എന്ന് മനസ്സിലായി. ബിയും സിയും ആൻസർ ആയിട്ട് വരാൻ ചാൻസ് ഇല്ല എന്ന് മനസ്സിലായി. എയും ഡിയും വെച്ചാണ് നമ്മൾ നോക്കേണ്ടത്. ഇനി അടുത്ത നമുക്ക് നോക്കാം. പ്രോട്ടോൺ ഹെൻറി മോസ്ലി എന്ന് കൊടുത്തേക്കുന്നു. പ്രോട്ടോണിനെ കണ്ടെത്തിയത് ഹെൻറി മോസ്ലി ആണോ? അല്ല. പ്രോട്ടോണിനെ കണ്ടെത്തിയത് ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. നമുക്ക് നോക്കാം പ്രോട്ടോണിനെ ഏണസ്റ്റ് റൂദർഫോർഡ് ആണോ എന്ന് കണ്ടെത്തിയത്. കിടക്കുന്നു പ്രോട്ടോൺ ഏണസ്റ്റ് റൂദർഫോർഡ്. അപ്പോൾ അതും ശരിയാണ്. ഇനി ന്യൂട്രോണിനെ കണ്ടെത്തിയ ആരാണ്? അത് ജെയിംസ് ചാഡ്വിക്ക് ആണ്. നമുക്ക് ബൈഹാർട്ട് ആണ് ന്യൂട്രോണിനെ കണ്ടെത്തിയ ജെയിംസ് ചാഡ്വിക്ക് ആണ്. അപ്പോൾ ന്യൂട്രോണിനെ കണ്ടെത്തിയത് ജെയിംസ് ചാഡ്വിക്ക് ആണെന്ന് നമുക്ക് മനസ്സിലായി. ഓപ്ഷൻ 3 കൊടുത്തിട്ടുണ്ട്. അപ്പം 1, 3, 4 ഇവിടെ എന്താണ്? ശരിയാണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ എന്താണ് നമുക്ക് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. 1, 3, 4. ഇനി രണ്ടാമത്തെ പ്രോട്ടോൺ കണ്ടെത്തിയത് ഹെൻറി മോസ്ലി അല്ല എന്ന് പറയുമ്പോഴേ നമുക്ക് എ ഓപ്ഷൻ എന്ത് ചെയ്യാമായിരുന്നു? കട്ട് ചെയ്ത് കളഞ്ഞ് ഡയറക്റ്റ് ആൻസറിലേക്ക് വരാം. ബാക്കി ഒന്നും അറിഞ്ഞില്ലെങ്കിൽ തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഓർത്ത് വെച്ചേക്കണം, നമ്മൾ പണ്ട് തൊട്ടേ പഠിക്കുന്ന ഒരു കോഡുണ്ട്, പെൻ RTC. എന്താണ് പെൻ RTC? കുഞ്ഞിനെ പോലും നിങ്ങൾ കേൾക്കുന്ന കാര്യമാണ് അല്ലേ? പെൻ RTC, അതായത് പേനയുമായിട്ട്
ആദ്യമായിട്ട് RTC ബസ്സിൽ എക്സാം എഴുതാൻ പോകുന്നു എന്ന് പഠിച്ചു വെച്ചേക്കാം. P എന്ന് പറഞ്ഞാൽ പ്രോട്ടോൺ. പ്രോട്ടോൺ കണ്ടെത്തിയ ആരാണ്? റൂദർഫോർഡിന്റെ R, റൂദർഫോർഡ്. അടുത്ത ഇലക്ട്രോൺ. ഇലക്ട്രോൺ കണ്ടെത്തിയത് തോംസൺ, തോംസന്റെ T അതായത് JJ തോംസൺ. N കണ്ടെത്തിയത് ചാഡ്വിക്, അതായത് ന്യൂട്രോൺ കണ്ടെത്തിയത് ചാഡ്വിക് ആണ്. അപ്പോൾ പെൻ RTC എന്നങ്ങ് ഓർത്ത് വെച്ചേക്കുക. ഇപ്പോൾ ഇത്രയും ചിന്തിച്ചു വെച്ചോളാം. PSC എക്സാം എഴുതാൻ പോലെ പേനയുമായിട്ട് പെന്നുമായിട്ട് KSRTC ബസ്സിലല്ലേ പോകുന്നത്, അപ്പോൾ പെന്നുമായിട്ട് RTC ബസ്സിൽ എക്സാം എഴുതാൻ പോകുന്നു ചിന്തിച്ചാൽ ഇതിനുള്ള ആൻസർ നിങ്ങളുടെ കയ്യിലുണ്ട്. ക്ലിയർ അല്ലേ? അപ്പോൾ ശരിയായ ജോഡിയെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പ്രോട്ടോൺ NS റൂദർഫോർഡ്, ഇലക്ട്രോൺ JJ തോംസൺ, ന്യൂട്രോൺ ജെയിംസ് ചാഡ്വിക്. ഇനി ഹെൻറി മോസ്ലി. ഹെൻറി മോസ്ലി ആരാണ്? ഹെൻറി മോസ്ലി നമ്മുടെ ആധുനിക പീരിയോഡിക് ടേബിളിൻ്റെ പിതാവാണ്. ആര്? ഹെൻറി മോസ്ലി. ആധുനിക പീരിയോഡിക് ടേബിൾ, മോഡേൺ പീരിയോഡിക് ടേബിൾ നിർമ്മിച്ച ആരാന്ന് ചോദിച്ചാൽ അത് ഹെൻറി മോസ്ലിയാണ്. അപ്പോൾ മോഡേൺ പീരിയോഡിക് ടേബിളിൻ്റെ പിതാവാണ് ആര്? ഹെൻറി മോസ്ലി എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? ക്ലിയർ ആയി എന്ന് കരുതുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ് നമ്മൾ. അടുത്ത ചോദ്യം, മാർബിളിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? മാർബിളിൽ അടങ്ങിയിരിക്കുന്ന ലോഹം. അപ്പോൾ മാർബിളിൽ ലോഹമുണ്ടോ എന്ന് ചിന്തിക്കുക എല്ലാവരും. മാർബിളിൽ ഒരു രാസപദാർത്ഥമുണ്ട്. ആ മാർബിൾ ഒരു രാസപദാർത്ഥമാണ്. ആ രാസപദാർത്ഥത്തിൽ ലോഹത്തെയാണ് കണ്ടെത്തേണ്ടത്. ഓപ്ഷൻസ് വായിക്കാം. മഗ്നീഷ്യം, കാൽഷ്യം, സോഡിയം, അയൺ. 4 പേരുണ്ട്. മഗ്നീഷ്യം, കാൽഷ്യം, സോഡിയം, അയൺ. മാർബിൾ രാസപരമായി എന്താണെന്ന് ചോദിച്ചാൽ കാൽഷ്യം കാർബണേറ്റ് ആണ്. മാർബിൾ എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? കാൽഷ്യം കാർബണേറ്റ് ആണ്. അപ്പോൾ മാർബിൾ രാസപരമായിട്ട് കാൽഷ്യം കാർബണേറ്റ് ആണെങ്കിൽ അതിലടങ്ങിയിരിക്കുന്ന ലോഹം ഏതായിരിക്കും? തീർച്ചയായിട്ടും ആ ലോഹം നമ്മളുടെ പറഞ്ഞു ആരാണ്? കാൽഷ്യമാണ്. ഓർത്ത് വെച്ചേക്കുക, കാൽഷ്യമാണ്, മറന്നു പോകരുത്. അപ്പോൾ മാർബിളിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണെന്ന് ചോദിച്ചാൽ അത് കാൽഷ്യമാണ്. തെറ്റത്തില്ലല്ലോ? തെറ്റില്ല എന്ന് കരുതുന്നു. അടുത്ത നമുക്ക് നോക്കാം അത് എന്താണെന്ന്. അതേണ്ടേ നമുക്ക് കാർബണേറ്റ് എന്നൊരു ഭാഗം തന്നിട്ടുണ്ട് പാഠപുസ്തകത്തിൽ. അതിനകത്ത് മുട്ടത്തോട്, ചോക്ക്, മാർബിൾ. കണ്ടോ? മാർബിള്, മുട്ടത്തോട്, ചോക്ക്, മാർബിൾ എന്നിവ കാൽഷ്യം കാർബണേറ്റ് ആണ്. കണ്ടോ കൊടുത്തേക്കുന്നത്? മുട്ടത്തോട്, ചോക്ക്, മാർബിൾ എന്നിവ കാൽഷ്യം എന്നിവയിൽ കാൽഷ്യം കാർബണേറ്റ് അടങ്ങിയിരിക്കുന്നു. ആസിഡുകൾ കാർബണേറ്റുകളുമായി പ്രവർത്തിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം ഉണ്ടാകുന്നു. കാർബൺ ഡൈ ഓക്സൈഡ് തീ കെടുത്തുന്ന വാതകമാണ് എന്ന് കൊടുത്തിട്ടുണ്ട്. അത് മുട്ടത്തോട്, ചോക്ക്, മാർബിൾ എന്നിവ കാൽഷ്യം കാർബണേറ്റ് ആണെങ്കിൽ കാൽഷ്യമാണ് അതിൽ അടങ്ങിയിരിക്കുന്നത്. അതായത് മുട്ടത്തോട്, മാർബിൾ എന്നിവയിൽ അടങ്ങിയിരിക്കുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരെ പറയണം? കാൽഷ്യത്തെ പറയണം. ഓക്കെയാണ്? ചോക്കിലും കേട്ടോ. അപ്പോൾ അടുത്തതിലേക്ക് വരാം. അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തതും PSC ഒരു ഫേവറേറ്റ് ചോദ്യമാണ്. ജസ്റ്റ് വായിക്കും മുന്നേ ആൻസറിലേക്ക് എത്താൻ സാധിക്കുന്ന ചോദ്യം. സിങ്കിൻ്റെ അയിര് ഏത്? ഓക്കെ, അലൂമിനിയത്തിൻ്റെ അയിര് എന്ന് ചോദിക്കുന്ന പോലെ, ഇരുമ്പിൻ്റെ അയിര് എന്ന് ചോദിക്കുന്ന പോലെ PSC ഫേവറേറ്റ് ആണ് സിങ്കിൻ്റെ അയിര്. ഇത് നിരവധി ക്വസ്റ്റ്യൻ പേപ്പറുകളിലുണ്ട്. അതിനകത്ത് ഒരെണ്ണം മാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ സിങ്കിൻ്റെ അയിര് ഏത്? ഹേമറ്റൈറ്റ് ഉണ്ട്, ബോക്സൈറ്റ് ഉണ്ട്, കലാമിനുണ്ട്, മാഗ്നറ്റൈറ്റ് ഉണ്ട്. കുറേ തവണ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ മനസ്സിലുണ്ട്. സിങ്കിൻ്റെ അയിര് ഏതാണ്? കലാമിനാണ്. സിങ്കിൻ്റെ അയിര് ഏതാണ്? കലാമിനാണ്. ബാക്കിയുള്ളവരും കൂടി എഴുതിയാലോ? ഹേമറ്റൈറ്റ് എന്തിൻ്റെയാ? അയണിൻ്റെയാണ്. ബോക്സൈറ്റോ? അലൂമിനിയത്തിൻ്റെയാണ്. മാഗ്നറ്റൈറ്റോ? അത് അയണിൻ്റെയാണ്. അപ്പോൾ ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റും ഉണ്ട് ഓപ്ഷനിൽ. രണ്ടും അയണിൻ്റെയാണ്. ബോക്സൈറ്റ് അലൂമിനിയത്തിൻ്റെയാണ്. കലാമിനാണ് സിങ്കിൻ്റെത്. ക്ലിയർ അല്ലേ? വായിക്കും മുന്നേ ആൻസറിലേക്ക് എത്തിയെന്ന് എനിക്കറിയാം. അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തത്, തന്നിരിക്കുന്ന മൂലകങ്ങളിൽ ഒന്നിൻ്റെ നാമകരണം നിറത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഏതാണ് ആ മൂലകം? ഇതാണ് ചോദ്യം. തന്നിരിക്കുന്ന മൂലകങ്ങളിൽ ഒന്നിൻ്റെ നാമകരണം നിറത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഏതാണ് ആ മൂലകം എന്നാ ചോദ്യം. പ്ലൂട്ടോണിയം, പൊളോണിയം, നെപ്റ്റ്യൂണിയം, ക്രോമിയം. ഇത് ജസ്റ്റ് വായിക്കുമ്പോൾ ആൻസറിൽ എത്താം. പ്ലൂട്ടോ എന്ന് പറയപ്പെടുന്ന ഒരു ചിഹ്ന ഗ്രഹത്തിൻ്റെ അല്ലെങ്കിൽ കുള്ളൻ ഗ്രഹത്തിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. നേരത്തെ പ്ലൂട്ടോ നമ്മുടെ ഗ്രഹങ്ങളിൽ ഒന്നായിരുന്നു. നിലവിൽ നമ്മുടെ ഗ്രഹങ്ങളിൽ ഉൾപ്പെടുന്നില്ല. അപ്പോൾ ചിഹ്നഗ്രഹം അല്ലെങ്കിൽ കുള്ളൻ ഗ്രഹങ്ങളിലാണ് ഉൾപ്പെടുന്നത്. ഡ്വാർഫ് പ്ലാനറ്റ്സിലാണ് പ്ലൂട്ടോണിയം വരുന്നത്. അപ്പോൾ പ്ലൂട്ടോ എന്ന് പറയപ്പെടുന്ന ചിഹ്നഗ്രഹത്തിൻ്റെ പേരിൽ പ്ലൂട്ടോണിയം അറിയപ്പെടുന്നു. പൊളോണിയം എന്ന് വെച്ചാൽ മാഡം ക്യൂറിയുടെ നാടാണ് പോളണ്ട്. പോളണ്ടിൻ്റെ പേരിൽ അറിയപ്പെടുന്ന എലമെൻ്റ് ആണ് ഏത്? പൊളോണിയം എന്ന് പറയപ്പെടുന്നത്. അടുത്ത നെപ്റ്റ്യൂൺ എന്ന് പറയപ്പെടുന്ന ഗ്രഹത്തിൻ്റെ പേരിലാണ് ആരെ അറിയപ്പെടുക? നെപ്റ്റ്യൂണിയത്തെ അറിയപ്പെടുക. അപ്പോൾ ക്രോമിയമോ? ക്രോം എന്ന് പറയപ്പെടുന്ന നിറത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന മൂലകമാണ് ഏത്? ക്രോമിയം. പെട്ടെന്നൊന്ന് വായിച്ചു നോക്കുമ്പോൾ ഒരു ടെൻഷൻ വരും ചിലർക്ക്. പക്ഷേ ആൻസർ കറക്റ്റായിട്ടുണ്ട്. ക്രോമിയം എന്ന് കിട്ടണം. ബാക്കിയെല്ലാം തന്നെ നിറത്തിൻ്റെ പേരിലല്ല വരിക എന്ന് ജസ്റ്റ് ഓപ്ഷൻസ് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. പിന്നെ ധൃതി വെച്ച് വായിച്ചു കഴിഞ്ഞാൽ തെറ്റിക്കല്ല കേട്ടോ. തന്നിരിക്കുന്ന മൂലകങ്ങളിൽ ഒന്നിൻ്റെ നാമകരണം നിറത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഏതാണ് ആ മൂലകം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് അങ്ങനെയുള്ള കുറച്ച് പേരെ പരിചയപ്പെടാം. ടെക്സ്റ്റിൽ നിന്നാണ് ചോദ്യം.
പൊളോണിയം. പൊളോണിയം എന്ന് പറയുന്നത് പോളണ്ട് എന്ന രാജ്യത്തിൻ്റെ പേരിലാണ് അറിയപ്പെടുക. അടുത്ത ക്യൂറിയം. മേരി ക്യൂറി എന്ന ശാസ്ത്രജ്ഞയുടെ പേരിൽ അറിയപ്പെടുന്ന മൂലകമാണ് ക്യൂറിയം. അടുത്ത ക്രോമിയം. നമ്മുടെ ചോദ്യം കിടക്കുന്നു. ക്രോം എന്ന നിറത്തിൻ്റെ പേരിൽ, കണ്ടോ നിറത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന മൂലകം ക്രോമിയം. എന്നാൽ ചോദിക്കാൻ ക്രോമിയത്തെക്കാൾ കൂടുതൽ ഇന്ത്യമായിരുന്നു എളുപ്പം അല്ലേ? ആലോചിച്ച് നോക്കിയേ, ഇന്ത്യം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും മനസ്സിലേക്ക് എന്താ വരുന്നത്? ഇന്ത്യ എന്ന മഹാരാജ്യം വന്ന് കിടക്കും. ഇന്ത്യൻ ഓഷൻ എന്ന് പറയപ്പെടുന്ന മഹാസമുദ്രം വന്ന് കിടക്കും. ഇൻഡസ് എന്ന് പറയപ്പെടുന്ന നദി വന്ന് കിടക്കും അല്ലേ? യെസ്, ഇതിനകത്തിൽ നിന്നാണോ പേര് ലഭിച്ചതെന്നൊക്കെ ചിന്തിക്കും. പക്ഷേ ഇന്ത്യത്തിന് പേര് ലഭിച്ചിരിക്കുന്ന ഇതിൽ നിന്നൊന്നുമല്ല, ഇൻഡിഗോ എന്ന നിറത്തിൽ നിന്നാണ്. ഇന്ഡിയം എന്ന മൂലകത്തിന് പേര് ലഭിച്ചത്. അടുത്ത ക്ലോറിൻ. ക്ലോറിൻ എല്ലാവർക്കും അറിയാം, ക്ലോറോ എന്ന് പറയപ്പെടുന്ന നിറത്തിൻ്റെ പേരിൽ നിന്നാണ് നമ്മുടെ ക്ലോറിന് പേര് ലഭിച്ചത്. അടുത്ത നെപ്റ്റ്യൂണിയം. നെപ്റ്റ്യൂണിയം നമ്മൾ ഓപ്ഷനിൽ കണ്ടിരുന്നു അല്ലേ? നെപ്റ്റ്യൂൺ എന്ന ഗ്രഹത്തിൻ്റെ പേരിൽ നിന്നാണ്. ദെൻ യൂറോപ്യം ആണെങ്കിൽ യൂറോപ്പ് എന്ന ഭൂഖണ്ഡത്തിൻ്റെ പേരിൽ നിന്നാണ്, വൻകരയുടെ പേരിൽ നിന്നാണ്. ഓർത്ത് വെച്ചിരിക്കുക, യൂറോപ്പ് എന്ന് പറയപ്പെടുന്ന വൻകര ഭൂഖണ്ഡം, ആ ഭൂഖണ്ഡത്തിൻ്റെ പേരിൽ നിന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു ബോക്സിൽ നിന്ന്, പാഠപുസ്തകത്തിൽ തന്നിരിക്കുന്ന ഈ ഒരു ബോക്സിൽ നിന്നാണ് ആ ചോദ്യം വന്നിരിക്കുന്നത്. അപ്പോൾ ഈ നിറത്തിൻ്റെ പേരിൽ നിന്ന് വന്നവരെ എല്ലാവരെയും നല്ല രീതിയിൽ എന്ത് ചെയ്യുക? ഓർത്ത് വെച്ചേക്കുക, മറന്നു പോകരുത്. ഓക്കെ, ക്ലിയർ ആയി എന്ന് കരുതുന്നു. അടുത്ത ചോദ്യം. ഈ ഐരധാതു എന്ന ഭാഗത്ത് നിന്ന് നിരവധി ചോദ്യങ്ങളാണ് വീണുകൊണ്ടിരിക്കുന്നത്. ആ ഭാഗത്ത് നിന്ന് വന്ന മറ്റൊരു ചോദ്യമാണ്, ഒരു ലോഹധാതുവിനെ അയിരായി പരിഗണിക്കുന്നതിന് അതിനുണ്ടായിരിക്കേണ്ട സവിശേഷതകളെക്കുറിച്ച് കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം. അപ്പോൾ ഒരു ലോഹധാതുവിനെ അയിരായി പരിഗണിക്കുന്നതിന് അതിനുണ്ടായിരിക്കേണ്ട സവിശേഷതകളെക്കുറിച്ച് കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന. അപ്പോൾ ഒരു ലോഹധാതുവിൽ നിന്നും അയിരിനെ കണ്ടെത്തണം, അല്ലെങ്കിൽ അയിരിനുണ്ടായിരിക്കേണ്ട സവിശേഷതകൾ ഏതൊക്കെയെന്നാണ് ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം. എല്ലാ ധാതുക്കളും അയിരുകളാണ്. ഒന്ന് ചിന്തിച്ചേ, എല്ലാ ധാതുവിനെയും അയിര് എന്ന് വിളിക്കാൻ പറ്റുമോ എന്ന് ചിന്തിക്കാം. അടുത്തത്, ലോഹത്തിൻ്റെ അംശം കൂടുതലായിരിക്കും. ഓക്കെ, അയിരിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ലോഹത്തിൻ്റെ അംശം കൂടുതലായിരിക്കും. അടുത്ത ചോദ്യം എന്താണ്? എളുപ്പത്തിലും ചിലവ് കുറഞ്ഞ രീതിയിലും ലോഹം വേർതിരിച്ചെടുക്കാൻ കഴിയുന്നവയാവണം. ഇതാണ് നമ്മുടെ ഓപ്ഷൻസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ചോദ്യത്തിലേക്ക് ഒന്നുകൂടെ വരാം. ഒരു ലോഹധാതുവിനെ അയിരായി പരിഗണിക്കുന്നതിന് അതിനുണ്ടായിരിക്കേണ്ട സവിശേഷതയെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന, ഈ രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇത്രയും ചിന്തിച്ചാൽ മതി. അയിരിനെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏത്? അയിര് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ശരിയായ പ്രസ്താവന വരും, എല്ലാ ധാതുക്കളെയും നമുക്ക് അയിരായിട്ട് വിളിക്കാമെന്നാണ് ഒന്നാമത്തെ ഓപ്ഷൻ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അലൂമിനിയത്തിൻ്റെ അയിരുകളൊക്കെ ഒന്ന് പറഞ്ഞേ, പെട്ടെന്ന് പറഞ്ഞേ. ബോക്സൈറ്റ് ഉണ്ട്, പിന്നെ ആരുണ്ട്? ക്രയോലൈറ്റ് ഉണ്ട്, പിന്നെ പറഞ്ഞോ, കൊറണ്ടമുണ്ട്, കയോലിനൈറ്റ് ഉണ്ട്. നമുക്ക് 4 പേരെ എടുക്കാം. കയോലിനൈറ്റ് ഉണ്ട്. ഇനിയും ആൾക്കാരെ ഞാൻ പഠിപ്പിച്ചിരുന്നു, നിങ്ങൾക്കറിയാം. അപ്പോൾ ഈ 4 പേരെയും നമ്മൾ അലൂമിനിയത്തിൻ്റെ ധാതുക്കൾ എന്നാണ് വിളിക്കുന്നത്. 4 പേരെ എന്ത് വിളിക്കും? അലൂമിനിയത്തിൻ്റെ ധാതുക്കൾ. അലൂമിനിയത്തിൻ്റെ ധാതുക്കളിൽ ഈ ബോക്സൈറ്റിന് മാത്രമായുള്ള പേരാണ് എന്ത്? അയിര് എന്ന പേര്. ബോക്സൈറ്റ് മാത്രമാണ് എന്ത്? അയിരായിട്ട് കരുതുന്നത്. ഓക്കെ ആണ്. ഇനി നമ്മൾ വായിച്ച സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചേ. എല്ലാ ധാതുക്കളും അയിരുകളാണ്. അതാണ്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന എല്ലാ ധാതുവിനെയും, 4 ധാതുവിനെയും കയറി അയിരെന്ന് വിളിച്ചോ? ഇല്ല. നമ്മൾ ആരെ മാത്രമേ വിളിച്ചുള്ളൂ? ബോക്സൈറ്റിനെ മാത്രമേ വിളിച്ചുള്ളൂ. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എല്ലാ ധാതുക്കളും അയിരുകളാണ് എന്ന് പറഞ്ഞാൽ അത് തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് അല്ലേ? ഇനി ആ 1 ഓപ്ഷനിൽ വന്നവരെല്ലാം നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ എ ഓപ്ഷനിൽ വരില്ല, സിയും ഓപ്ഷനിൽ വരാൻ ചാൻസ് ഇല്ല. അപ്പോൾ അതങ്ങ് കട്ടായി. ഇനി ലോഹത്തിൻ്റെ അംശം കൂടുതലായിരിക്കണം. തീർച്ചയായിട്ടും ബോക്സൈറ്റിനകത്ത് ലോഹത്തിൻ്റെ അംശം കൂടുതലായതുകൊണ്ടാണ് അതിനെ അയിരായിട്ട് കരുതിയിരിക്കുന്നത്. അപ്പോൾ 2 എന്താണ് ആൻസറായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഇനി 3, എളുപ്പത്തിലും ചിലവ് കുറഞ്ഞ രീതിയിലും ലോഹം വേർതിരിച്ചെടുക്കാൻ കഴിയുന്നവ. തീർച്ചയായിട്ടും അയിര് എന്ന് പറയപ്പെടുമ്പോൾ എന്തായിരിക്കും? എളുപ്പത്തിലും ചിലവ് കുറഞ്ഞ രീതിയിലും ലോഹത്തെ, അയിരുകളിൽ നിന്നാണ് ലോഹത്തെ വേർതിരിച്ചെടുക്കാൻ കഴിയുന്നവ ആയിരിക്കണം. അപ്പോൾ 2, 3 ഓപ്ഷൻ എന്താണ്? ശരിയാണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ഡി 2, 3 മാത്രം ശരിയാണ് എന്നുള്ളതാണ് കറക്റ്റ് കേട്ടോ. 2 മാത്രമല്ല ശരി, 3 ശരിയാണ്. അപ്പോൾ 2, 3 ശരി എന്നുള്ള ഓപ്ഷനാണ് നമുക്കിവിടെ ആൻസറായിട്ട് വരിക എന്ന് ഓർത്ത് വെച്ചോളുക. ഓക്കെ, ഇനി പാഠപുസ്തകം നോക്കിയാൽ ഇത് എവിടെയാണ് കിടക്കുന്നതെന്ന് നോക്കാം. 10ാം ക്ലാസ്സിലെ പുസ്തകത്തിനകത്ത് അതാണ്ട് ലോഹം വേർതിരിച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന ധാതുക്കൾക്ക് എന്തൊക്കെ പ്രത്യേകതകൾ ഉണ്ടായിരിക്കണം?
ഒന്നാമതായിട്ട് സുലഭമായിരിക്കണം. ഓക്കെയാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന അയിരിന് എന്താ, അയിര് എങ്ങനെയുള്ള ആയിരിക്കണം? നല്ല സുലഭമായി ലഭിക്കുന്നവയായിരിക്കണം. പിന്നെ എളുപ്പത്തിലും ചിലവ് കുറഞ്ഞ രീതിയിലും ലോഹം വേർതിരിച്ചെടുക്കാൻ കഴിയുന്നവയായിരിക്കണം. അത് എളുപ്പത്തിലും ചിലവ് കുറഞ്ഞ രീതിയിലും ലോഹം വേർതിരിച്ചെടുക്കാൻ കഴിയുന്നവയായിരിക്കണം അയിരുകൾ. പിന്നെ ലോഹത്തിൻ്റെ അംശം കൂടുതലായിരിക്കണം. ലോഹത്തിൻ്റെ അംശം കൂടുതലാണെങ്കിൽ അതിനെ എന്ത് വിളിക്കാം? അയിര് എന്ന് വിളിക്കാം. അതാണ്ട് ഒരു ധാതുവിൽ നിന്ന് എളുപ്പത്തിലും വേഗത്തിലും ചിലവ് കുറഞ്ഞ രീതിയിലും ലോഹം വേർതിരിച്ചെടുക്കാൻ കഴിയുന്നുവെങ്കിൽ അതിനെ ആ ലോഹത്തിൻ്റെ അയിര് എന്ന് വിളിക്കാം. വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അലൂമിനിയത്തിൻ്റെ ധാതുക്കളിൽ ഈ പ്രത്യേകത ബോക്സൈറ്റിന് മാത്രമാണ്. അതുകൊണ്ട് ബോക്സൈറ്റ് ആണ് അലൂമിനിയത്തിൻ്റെ അയിര്. ഇനി സ്റ്റേറ്റ്മെൻറ്റ്, എല്ലാ അയിരുകളും എന്താണ്? ധാതുക്കളാണ്. അതായത് ബോക്സൈറ്റ് എന്ന് പറയപ്പെടുന്ന ധാതു കൂടിയാണ്. അപ്പോൾ എല്ലാ അയിരുകളും എന്താണ്? ധാതുക്കളാണ്. എന്നാൽ എല്ലാ ധാതുക്കളും അയിരുകളാണോ? അല്ല. എല്ലാ ധാതുക്കളെയും കയറി നമുക്ക് അയിരെന്ന് വിളിക്കാൻ പറ്റത്തില്ല. ഓക്കെയാണ്. ആ ധാതുക്കളിൽ ചില കണ്ടീഷൻസ് പാലിക്കുന്നവ, ഈ 3 കണ്ടീഷൻസ് പാലിക്കുന്നവയെ മാത്രമേ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റുള്ളൂ? അയിര് എന്ന് വിളിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ആ ചോദ്യം. നല്ല രീതിയിൽ മനസ്സിലായി എന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, പോകുന്നു മുന്നോട്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. തന്നിരിക്കുന്നതിൽ ക്രിസ്റ്റൽ ആകൃതി ഇല്ലാത്ത കാർബണിന്റെ രൂപമേത്? പെട്ടെന്നുള്ള വായനയിൽ ക്രിസ്റ്റലാകൃതിയുള്ള രൂപാന്തരം എന്ന് വായിക്കരുത്. രൂപാന്തരം എന്ന ടോപ്പിക്കിൽ നിന്നുള്ള ചോദ്യമാണ്. തന്നിരിക്കുന്നവയിൽ ക്രിസ്റ്റൽ ആകൃതി ഇല്ലാത്ത കാർബണിന്റെ രൂപമേതാണ്? ഇല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ വജ്രം, ഗ്രാഫൈറ്റ്, കൽക്കരി, ഫുള്ളറിൻ 4 പേരെയും തന്നിട്ടുണ്ട്. നമുക്കറിയാം ക്രിസ്റ്റലാകൃതി, അതായത് കാർബണിന്റെ രൂപാന്തരങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. കാർബണിന്റെ രൂപാന്തരങ്ങളെ നമുക്ക് 2ആയിട്ട് തിരിക്കാം. ഒന്നാമത്തത് ക്രിസ്റ്റലൈൻ രൂപാന്തരങ്ങൾ. ഏതാണ്? ക്രിസ്റ്റലൈൻ രൂപാന്തരങ്ങൾ. രണ്ടാമത്തെയാണ് അമോർഫസ് രൂപാന്തരങ്ങൾ. എന്താണ്? അമോർഫസ് രൂപാന്തരങ്ങൾ. ക്രിസ്റ്റലൈൻ രൂപാന്തരങ്ങൾ വ്യക്തമായ ആകൃതി ഉള്ളവയാണ്. വ്യക്തമായ ആകൃതി ഉള്ളവയാണ്. അമോർഫസിനകത്ത് വ്യക്തമായ ആകൃതി ഇല്ലാത്തവയാണ്. വ്യക്തമായ ആകൃതി ഇല്ലാത്തവയാണ്. ഇത്രയും അറിഞ്ഞിരുന്നാൽ പോലും നമുക്ക് ഓപ്ഷനിൽ നിന്ന് കണ്ടുപിടിക്കാം. വജ്രം വ്യക്തമായ ആകൃതി ഉള്ളതാണെന്ത്? വജ്രം എന്ന് പറയുന്നത്. ഗ്രാഫൈറ്റ് വ്യക്തമായ ആകൃതി ഉള്ളതാണ്. ഫുള്ളറിൻ വ്യക്തമായ ആകൃതി ഉണ്ട്. എന്നാൽ കൽക്കരി, റോഡിൽ കിടക്കുന്ന ടാർ എന്ന് പറയുന്നതിന് വ്യക്തമായ ആകൃതി ഉണ്ടോ? ഇല്ല. വ്യക്തമായ ആകൃതി ഇല്ലാത്ത, അപ്പോൾ ക്രിസ്റ്റലൈൻ ആകൃതി ഇല്ലാത്ത ആരാണിത്? കൽക്കരി. കണ്ടോ? അങ്ങനെ ചിന്തിച്ചാൽ പോലും നമുക്ക് ആൻസറിലേക്ക് എന്തെത്താൻ പറ്റും? കൽക്കരി എന്ന് എത്താൻ പറ്റും. ഇനി ഇങ്ങനെ ചിന്തിക്കാൻ കഴിയാത്തവർക്ക് വേണ്ടി നമുക്ക് പുസ്തകത്തിലേക്ക് നോക്കാം. അവിടെ നമുക്ക് അമോർഫസ് രൂപാന്തരങ്ങൾ ഏതൊക്കെയാണെന്നും ക്രിസ്റ്റലൈൻ രൂപാന്തരങ്ങൾ ഏതൊക്കെയാണെന്നും തന്നിട്ടുണ്ട്. അതിനു മുന്നേ ശ്രദ്ധിക്കുക, അലോട്രോപ്സ് എന്താണെന്നൊന്ന് വായിക്കാം. കരി, കൽക്കരി, വജ്രം എന്നിവ നമുക്ക് നല്ല പരിചിതമാണ്. ഇവയിലെല്ലാം എന്താണ്? ഗുണങ്ങളിൽ ഇവ വ്യത്യസ്തരാണ് അല്ലേ? കരി പോലെയാണോ കൽക്കരി? അല്ല. വജ്രം അതുപോലെയാണോ? അല്ല. ഒരു ഗുണങ്ങളിൽ വ്യത്യസ്തമുണ്ട്. എന്നാൽ കാർബൺ എന്ന മൂലകത്തിന്റെ വിവിധ രൂപങ്ങളാണ് ഇവയെല്ലാം. എല്ലാവരും ആരാ? കാർബണ. എല്ലാവരും ആരാണ്? കാർബണ. രൂപത്തിൽ വ്യത്യസ്തരാണെങ്കിലും ഗുണത്തിൽ വ്യത്യസ്തരാണെങ്കിലും ഇവയെല്ലാം എന്താണ്? കാർബൺ തന്നെയാണ്. വ്യത്യസ്ത ഭൗതിക ഗുണങ്ങളോട് കൂടിയ ഒരു മൂലകത്തിൻ്റെ തന്നെ വിവിധ രൂപങ്ങളെയാണ് നമ്മൾ രൂപാന്തരങ്ങൾ എന്ന് പറയുക. ഈ പ്രതിഭാസത്തെ രൂപാന്തരത്വം അലോട്രോപ്പി എന്ന് വിളിക്കും. ഓക്കെയാണ്. അപ്പോൾ ഒരു മൂലകം തന്നെ നമ്മുടെ ചുറ്റുപാടും വിവിധ രൂപങ്ങളിൽ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഒരു മൂലകം തന്നെ വ്യത്യസ്ത ഭൗതിക ഗുണങ്ങളിൽ നമ്മുടെ ചുറ്റുപാടും കാണപ്പെടുന്നതിനെയാണ് നമ്മൾ രൂപാന്തരങ്ങൾ എന്ന് പറയുന്നത്. ആ ഒരു പ്രതിഭാസത്തെ, ആ ഒരു ഫിനോമിനെ വിളിക്കുന്ന പേര് അലോട്രോപ്പി അല്ലെങ്കിൽ രൂപാന്തരത്വം എന്നാണ്. ഓക്കെ, ഇവിടെ തന്നിട്ടുണ്ട്. നമ്മുടെ കാർബണിൻ്റെ രൂപാന്തരങ്ങളെ നമ്മൾ ക്രിസ്റ്റലീയം അല്ലെങ്കിൽ അമോർഫസ് എന്നിങ്ങനെ 2ആയി തിരിക്കാം. അതായത് ക്രിസ്റ്റലീയ രൂപങ്ങൾ അല്ലെങ്കിൽ അമോർഫസ് രൂപാന്തരങ്ങൾ എന്ന് വിളിക്കാം. അപ്പോൾ ക്രിസ്റ്റലൈൻ രൂപാന്തരങ്ങൾ വജ്രം, ഗ്രാഫൈറ്റ്, ഫുള്ളറിൻ, ഗ്രാഫീൻ. ഇതൊക്കെയാണ്. വജ്രം ഉണ്ട്, ഗ്രാഫൈറ്റ് ഉണ്ട്, ഫുള്ളറിൻ ഉണ്ട്, ഗ്രാഫീൻ ഉണ്ട്. അമോർഫസ് രൂപാന്തരങ്ങൾ ചാർക്കോള്, കോക്ക്, വിളക്കുകരി, കൽക്കരി. കണ്ടോ? അമോർഫസ് രൂപാന്തരങ്ങൾ എന്ന് വെച്ചാൽ വ്യക്തമായ ആകൃതി ഇല്ലാത്തവയാണ്. അത് ചാർക്കോളും കോക്കും വിളക്കുകരിയും കൽക്കരിയുമാണ്. ചാർക്കോൾ എന്ന് വെച്ചാൽ കരികളെല്ലാം തന്നെ വരും. കോക്ക് എന്ന് പറഞ്ഞാൽ കൽക്കരിനെ വായുവിൻ്റെ അസാന്നിധ്യത്തിൽ ചൂടാക്കുമ്പോൾ ലഭിക്കുന്ന പദാർത്ഥമാണ് കോക്ക്. വിളക്കുകരി വിളക്കിൻ്റെ കരിയാണ്. കൽക്കരി അറിയാലോ, നമ്മുടെ ബിറ്റുമിനസ് കൽക്കരി, ആന്ത്രസൈറ്റ് കൽക്കരി, എന്താണ് നമ്മുടെ ലിഗ്നൈറ്റ് കൽക്കരി, അതോടൊപ്പം തന്നെ പീറ്റ് കൽക്കരി എന്നൊക്കെ പറഞ്ഞാൽ പല രൂപത്തിൽ കൽക്കരി നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അപ്പോൾ ഇതാണ് കാർബണിൻ്റെ രൂപാന്തരങ്ങൾ. ഈ ഒരു ടേബിൾ നിങ്ങൾ പാഠപുസ്തകത്തിൽ നന്നായിട്ട് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും മാർക്ക് പോവുകയില്ല. പുതിയ പാഠപുസ്തകവുമായി ബന്ധപ്പെട്ട കാര്യമാണ് തന്നിരിക്കുന്നത്. ക്ലിയർ അല്ലേ? യെസ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ആറ്റത്തിലെ ഏതു കണത്തിൻ്റെ സാന്നിധ്യമാണ് ജെ തോംസൺ കണ്ടെത്തിയത്?
ഇതും ഓൾറെഡി നിങ്ങളുടെ മനസ്സിലുള്ള ആൻസറുകളിൽ ഒന്നാണ് അല്ലേ. ഏത് കണത്തിൻ്റെ സാന്നിധ്യമാണ് ജെ ജെ തോംസൺ കണ്ടെത്തിയത്? ജെ ജെ തോംസൺ ആണ് ഇലക്ട്രോൺ കണ്ടെത്തിയത്. ഇപ്പോൾ പഠിച്ചുള്ളൂ അല്ലേ, ജെ ജെ തോംസൺ ആണ് ഇലക്ട്രോൺ കണ്ടെത്തിയത്. ഓക്കെ, പെൻ RTC എന്ന കോഡുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞിരുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇപ്പോൾ പഠിച്ച അതേ ചോദ്യവുമായി ബന്ധപ്പെട്ട് വേറൊരു ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. എല്ലാ ധാതുക്കളും അയിരുകളാണ്. എല്ലാ അയിരുകളും ധാതുക്കളാണ്. അയിരുകളും ധാതുക്കളും തമ്മിൽ ബന്ധമില്ല. മുകളിലെ പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി തെറ്റ് എന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ചോദ്യം. എല്ലാ ധാതുക്കളും, നമ്മൾ കുറേ ധാതുക്കളുടെ പേര് പരിചയപ്പെട്ടു അലൂമിനിയത്തിൻ്റെ അല്ലേ. എല്ലാ ധാതുക്കളെയും നമ്മൾ കയറി അയിരെന്ന് വിളിച്ചോ? ഇല്ല. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ തെറ്റാണ്. ഓക്കെ, രണ്ടാമത്തത് എല്ലാ അയിരുകളും, അതായത് ബോക്സൈറ്റ് എന്ന് പറയപ്പെടുന്ന അയിര് എന്ത് കൂടിയാണ്? ധാതു കൂടിയാണ്. അപ്പോൾ എല്ലാ അയിരുകളും എന്താണ്? ധാതുക്കളാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ എല്ലാ ധാതുക്കളും അയിരാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, തെറ്റാണ്. എന്നാൽ എല്ലാ അയിരുകളും ധാതുക്കളാണ് എന്ന് പറഞ്ഞേക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശരിയാണ്. അയിരുകളും ധാതുക്കളും തമ്മിൽ ബന്ധമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മൂന്നാമത്തെ ഓപ്ഷൻ എന്താണ്? തെറ്റാണെന്ന് മനസ്സിലാക്കാം. ഇതിൽ നമുക്ക് 2 മാത്രം ശരി എന്നാണ് ഓപ്ഷൻ. നമുക്ക് നോക്കാം. 2 മാത്രം ശരിയാണ് എന്നാണ് പറഞ്ഞേക്കുന്നത്. 1ഉം 2ഉം ശരിയാന്ന് പറയുന്ന ഓപ്ഷൻ തെറ്റാണ് അല്ലേ. അത് നമുക്ക് മനസ്സിലായി. 2 മാത്രം തെറ്റാണ്. 2 ശരിയാണെന്ന് ഓൾറെഡി മനസ്സിലായി. അപ്പോൾ അതും തെറ്റാണ്. എല്ലാം ശരിയാണ്. എല്ലാം എങ്ങനെ ശരിയാവും? തീർച്ചയായിട്ടും ശരിയല്ല എന്ന് മനസ്സിലായി. അതിൽ നമ്മുടെ ആൻസർ കിട്ടി ഓപ്ഷൻ എ, 2 മാത്രം ശരിയാണ്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. അപ്പോൾ ബുദ്ധിപൂർവ്വം ചിന്തിച്ച് വേണം ഇതിന് ആൻസർ എഴുതാൻ വേണ്ടി. അപ്പോൾ ഇത് പല രീതിയിൽ പല രൂപത്തിൽ നമ്മളോട് ഈ ചോദ്യം സെയിം ആയി തന്നെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് വെച്ചേക്കുക. ഒരു ചോദ്യം പോലും ഈ ടൈപ്പ് വിടാൻ പാടില്ല. അതുകൊണ്ട് ആ ഭാഗം നന്നായിട്ട് പഠിച്ചു വെച്ചേക്കുക. 10ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിനകത്ത് ലോഹ നിർമ്മാണം എന്ന ചാപ്റ്ററിനകത്ത് വ്യക്തമായിട്ട് ഇതിനെക്കുറിച്ച് കൊടുത്തിട്ടുണ്ട്. വായിച്ചിട്ടേ പോയിട്ട് എക്സാം എഴുതാവുള്ളേ. പോന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. അടുത്തത് നല്ല എളുപ്പമുള്ള ചോദ്യം. ഇതെവിടെയാണ് ചോദിച്ചിരിക്കുന്നത് ചോദിച്ചാൽ നമ്മുടെ ആറ്റം എന്ന് പറയപ്പെടുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് അറ്റോമിക സിദ്ധാന്തം എന്ന ജോൺ ഡാൾട്ടൻ്റെ ഭാഗത്ത് നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. സ്റ്റേറ്റ്മെൻറ്റുകളെല്ലാം തന്നെ എല്ലാ ദ്രവ്യവും നിർമ്മിച്ചിട്ടുള്ളത് ആറ്റം എന്ന ചെറുകണികകൾ കൊണ്ടാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് വിവിധ മൂലകങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്ത മാസും വ്യത്യസ്ത ഗുണവും കാണിക്കുന്നവയായിരിക്കും. അടുത്തത് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. അടുത്തത് രാസപ്രവർത്തന വേളയിൽ ആറ്റം പുതുതായി നിർമ്മിക്കപ്പെടുന്നില്ല, നശിപ്പിക്കപ്പെടുന്നില്ല. ഇതാണ് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ്. ഇതിൽ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റും തന്നിട്ടുണ്ട്, തെറ്റായ സ്റ്റേറ്റ്മെൻറ്റും ഉണ്ട്. നമുക്ക് ഓരോ സ്റ്റേറ്റ്മെൻറ്റും വായിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. ഇത് നമ്മുടെ ജോൺ ഡാൾട്ടൺ അദ്ദേഹത്തിൻ്റെ യുക്തിയിൽ അധിഷ്ഠിതമായ അറ്റോമിക സിദ്ധാന്തം അവതരിപ്പിച്ചിരുന്നു. അപ്പോൾ ആ അറ്റോമിക സിദ്ധാന്തത്തിലെ ആശയങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആശയങ്ങൾ വ്യക്തമായിട്ട് അറിയാം. 6 ആശയങ്ങളാണുള്ളത്. 6 ആശയങ്ങളും വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാൾക്ക് ഇത് വ്യക്തമായിട്ട് എഴുതാൻ പറ്റും. എല്ലാ ദ്രവ്യവും നിർമ്മിച്ചിട്ടുള്ളത് ആറ്റം എന്ന ചെറുകണികകൾ കൊണ്ടാണ്. അതായത് നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാ പദാർത്ഥങ്ങളും നിർമ്മിച്ചിരിക്കുന്നത് ആറ്റം എന്ന ചെറുകണികകൾ കൊണ്ടാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അപ്പോൾ എല്ലാം തെറ്റാണെന്നുള്ളത് നമുക്ക് എടുത്ത് മാറ്റാം. ഓക്കെ, 1 ശരിയാണെങ്കിൽ 1 വരുന്നത് എന്താണ് നമുക്ക് നോക്കാം. പിന്നെ എല്ലാം ശരിയാണെന്നൊരു ഓപ്ഷൻ കൂടി കിടപ്പുണ്ട്. അതുകൊണ്ട് നമുക്ക് അവിടെ ഈ 2 പേരെ പിടിച്ചു നിർത്താം. അവിടെ 2 നമുക്ക് ഒഴിവാക്കാൻ പറ്റുമോ നോക്കട്ടെ. അടുത്ത വിവിധ മൂലകങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്ത മാസും വ്യത്യസ്ത ഗുണവും കാണിക്കുന്നവയായിരിക്കും. അതായത് 2 മൂലകങ്ങളുടെ ആറ്റങ്ങൾ എടുക്കുകയാണ്. ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും ആറ്റം എടുക്കുകയാണ്. ഹൈഡ്രജൻ്റെ മാസും ഓക്സിജൻ്റെ മാസും സെയിം ആയിരിക്കുമോ? അല്ല, വ്യത്യസ്തമായിരിക്കും. ഹൈഡ്രജൻ്റെ ഗുണമായിരിക്കും, ഓക്സിജൻ ആയിരിക്കത്തില്ല. അപ്പം വിവിധ മൂലകങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്ത മാസും വ്യത്യസ്ത ഗുണവും കാണിക്കുന്നവയാണ്. അപ്പം രണ്ടാമത്തെ ഓപ്ഷൻ എന്താണ്? ശരിയാണ് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ 1ഉം 2ഉം ശരിയാണ്. 1ഉം 2ഉം ശരിയാണെങ്കിൽ ഇവിടെ 2നെ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഈ ഓപ്ഷൻ നമുക്ക് കളയാം. ഈ ഓപ്ഷനിൽ 2ഉം 4ഉം എന്നാണ് പറഞ്ഞത്, പക്ഷെ 1നെ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഇതും കളയാം. അപ്പോൾ നമുക്ക് ഏകദേശം ആൻസർ കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കി ഒന്ന് വായിക്കാം. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. ഏതൊരു രാസപ്രവർത്തനത്തിലും ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണിക ഏത് തന്നെയാണ്? ആറ്റം തന്നെയാണ്. അത് ശരിയാണ്. ഇനി രാസപ്രവർത്തന വേളയിൽ ആറ്റത്തെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ വിഭജിക്കാനോ സാധ്യമല്ല എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. രാസപ്രവർത്തന വേളയിൽ ആറ്റം പുതുതായി നിർമ്മിക്കപ്പെടുന്നില്ല, നശിപ്പിക്കപ്പെടുന്നില്ല എന്നൊക്കെ പറഞ്ഞ സെൻറ്റൻസുകളൊന്നും വേർതിരിച്ച് കൊടുത്തേ ഉള്ളൂ. ശരിയാണ് ആ സ്റ്റേറ്റ്മെൻറ്റും. ഇതിൽ നിന്ന് മനസ്സിലാക്കാം ഓപ്ഷൻ സി എല്ലാം ശരിയാണ് എന്നുള്ളതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. അപ്പോൾ നമ്മുടെ അറ്റോമിക സിദ്ധാന്തത്തിലെ പാഠപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന വേർഡുകൾക്ക് കുഞ്ഞു വ്യത്യാസം അങ്ങും ഇങ്ങും വരുത്തിയിട്ടാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഒന്ന് കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളൊന്ന് തെറ്റിച്ചിട്ടിരിക്കുന്നത്. നമുക്ക് അറ്റോമിക സിദ്ധാന്തം ഒന്ന് വായിച്ചു നോക്കിയാലോ? വായിച്ചു നോക്കാം.
അതെ, അറ്റോമിക സിദ്ധാന്തത്തിലെ പ്രധാന ആശയങ്ങൾ ഏതൊക്കെയാണെന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വായിക്കാം. എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന് പറയുന്ന അതിസൂക്ഷ്മ കണത്താൽ നിർമ്മിതമാണ്. അവിടെ ദ്രവ്യം എന്ന് കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന് പറയുന്ന അതിസൂക്ഷ്മ കണത്താൽ നിർമ്മിതമാണ് ആണ്. ഓക്കെ, അടുത്തത് രാസപ്രവർത്തന വേളയിൽ ആറ്റത്തെ വിഭജിക്കാനോ അതുപോലെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല. കണ്ടോ, രാസപ്രവർത്തന വേളയിൽ ആറ്റത്തെ വിഭജിക്കാൻ കഴിയില്ല, നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല. വ്യക്തമായി പറഞ്ഞു തരുന്നുണ്ട്. ഇനി ഒരു മൂലകത്തിലെ ആറ്റങ്ങൾക്കെല്ലാം ഗുണത്തിലും വലിപ്പത്തിലും മാസിലും സമാനതയുള്ളതായിരിക്കും. നമുക്ക് ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല എങ്കിലും ഇത് ഓർത്ത് വെച്ചോളുക. ഒരു മൂലകമാണെങ്കിൽ അതിലെ ആറ്റങ്ങളെല്ലാം ഗുണത്തിലും വലിപ്പത്തിലും മാസിലും സമാനമായിരിക്കും ഒരു മൂലകത്തിലെ ആറ്റങ്ങൾക്ക്. ഓക്കെ, എന്നാൽ നമുക്ക് ഇത് ഓപ്ഷനിൽ ഉണ്ടായിരുന്നു. വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾക്ക് വ്യത്യസ്ത ഗുണവും മാസും ഉള്ളവയായിരിക്കും. വ്യത്യസ്ത ഗുണവും വ്യത്യസ്ത മാസും ഉള്ളവ അത് വ്യത്യസ്ത മൂലകങ്ങൾക്ക് തന്നെയായിരിക്കും. ഓക്കെ, ഇത് നമുക്ക് ഓപ്ഷനിൽ കിടപ്പുണ്ടായിരുന്നു. ഈ 3 പേര് ഓപ്ഷനിലുണ്ടായിരുന്നു. ഇനി അടുത്തത് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. ഇത് ഓപ്ഷനിലുണ്ടായിരുന്നു, കൃത്യമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അടുത്തത് എന്താ? രണ്ടോ അതിലധികമോ മൂലകങ്ങളുടെ ആറ്റങ്ങൾ ലളിതമായ അനുപാതത്തിൽ സംയോജിച്ചിട്ടാണ് സംയുക്തങ്ങൾ ഉണ്ടാകുന്നത്. രണ്ടോ അതിലധികമോ മൂലകങ്ങളുടെ ആറ്റങ്ങൾ അതായത് ഫോർ എക്സാമ്പിൾ ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ കമ്പൈൻ ചെയ്യുകയാണ്. അത് കൃത്യമായ അനുപാതത്തിലാണ് 2:1 എന്ന റേഷ്യോയിൽ കമ്പൈൻ ചെയ്താൽ ആരുണ്ടാവൂടെ? വാട്ടർ എന്ന് പറയപ്പെടുന്ന സംയുക്തം ഉണ്ടാവില്ലേ? അതാ പറഞ്ഞേക്കുന്നത്. രണ്ടോ അതിലധികമോ മൂലകങ്ങളുടെ ആറ്റങ്ങൾ ലളിതമായ അനുപാതത്തിൽ സംയോജിച്ചിട്ടാണ് സംയുക്തങ്ങൾ ഉണ്ടാകുന്നത്. എളുപ്പമല്ലേ ഓർത്തിരിക്കാൻ വേണ്ടി? അങ്ങനെയാണ് നമുക്ക് സംയുക്തങ്ങൾ രൂപപ്പെടുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളും ജോൺ ഡാൾട്ടൺ അറ്റോമിക സിദ്ധാന്തത്തിലൂടെ നമ്മളെ പഠിപ്പിച്ച കാര്യങ്ങളാണ്. അപ്പോൾ ഈ 6 ആശയങ്ങൾ നന്നായി പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസറിലേക്ക് പെട്ടെന്ന് എത്താൻ പറ്റും. കണ്ടോ, 4 സ്റ്റേറ്റ്മെൻറ്റുകൾ വന്ന് വീണിരുന്നു. 2 പേരെ മാത്രമേ ഒഴിവാക്കിയിട്ടുള്ളൂ. ചിലപ്പോൾ ഇനി ഒഴിവാക്കിയവരെ എന്താണ്, ഇതിൽ നിന്ന് 2 പേരെ ഒഴിവാക്കി ബാക്കി 4 പേര് ഓപ്ഷനിൽ വരാം. അവിടെ നന്നായിട്ട് 6 സ്റ്റേറ്റ്മെൻറ്റും പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാനാകാത്ത ഭക്ഷ്യവസ്തുവാണല്ലോ കറിയുപ്പ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് കറിയുപ്പിൻ്റെ രാസനാമം തിരഞ്ഞെടുക്കുക. നിത്യജീവിതമാണ്, വളരെ ഈസിയുള്ള ചോദ്യം. ഉപ്പിൻ്റെ രാസസൂത്രം എന്താണെന്ന ചോദ്യമാണ്. നമുക്കൊന്ന് വായിച്ചു നോക്കിയാലോ. സോഡിയം ഫ്ലൂറൈഡ്, സോഡിയം ക്ലോറൈഡ്, ബേരിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്. എല്ലാവരെയും ക്ലോറൈഡുകളെയാണ് തന്നിരിക്കുന്നത്. ഒരു ഫ്ലൂറൈഡിനെയും തന്നിട്ടുണ്ട്. പിന്നെ സോഡിയം 2 തവണ തന്നിട്ടുണ്ട്. സോഡിയം ഫ്ലൂറൈഡും സോഡിയം ക്ലോറൈഡും എന്ന് വെച്ചാൽ വായിക്കുമ്പോൾ തെറ്റിക്കുക എന്നതാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന PSCയുടെ ബുദ്ധി. ഓക്കെ, പെട്ടെന്നുള്ള വായനയിൽ സോഡിയം ക്ലോറൈഡും സോഡിയം ഫ്ലൂറൈഡും തമ്മിൽ ചിലപ്പോൾ കറപ്പിക്കുമ്പോഴോ അപ്പുറം ഇപ്പുറം ഒക്കെ ഒന്ന് ഇടുക ഒക്കെ വെച്ച് നമുക്ക് തെറ്റാൻ ചാൻസ് ഉണ്ട്. അതാണ് നമ്മുടെ എന്താണ് മൈൻഡിനെ കൃത്യമായി നോക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രദ്ധ ആകർഷിക്കാനുള്ള ചോദ്യമാണ്. കൃത്യമായി ശ്രദ്ധിച്ചിട്ടാണോ ആൻസർ എഴുതുന്നതെന്ന് അറിയാൻ. അപ്പോൾ കറിയുപ്പ് എന്താണ്? സോഡിയം ക്ലോറൈഡ് ആണ്. പക്ഷേ ഇതും തെറ്റിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇങ്ങനെയൊക്കെ ഓപ്ഷൻ വന്ന് കിടക്കുമ്പോൾ നമ്മുടെ എക്സാം ഹോളിൻ്റെ ടെൻഷൻ കാരണം നമുക്ക് എന്താണ് ടെൻഷൻ അടിച്ച് തെറ്റിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരു കാരണവശാലും ബ്ലെയിം ചെയ്യരുത്. അവിടെ ഓർക്കാണ്, കറിയുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ വിചാരിക്കുമോ സോഡിയം ക്ലോറൈഡ് അല്ലേ എന്ന് വിചാരിക്കും. പക്ഷേ ഓപ്ഷനിൽ പോയി കറപ്പിക്കാൻ ചാൻസ് എയിലായി പോയാലോ? തീർന്നില്ലേ? യെസ്, അതുകൊണ്ട് ശ്രദ്ധിച്ച് തന്നെ ചെയ്യേണ്ട ചോദ്യമാണ്. ശ്രദ്ധ ആകർഷിക്കാനുള്ള ഈസി ചോദ്യം. അതിനാണ് നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാനാത്ത ഭക്ഷ്യവസ്തുവാണല്ലോ കറിയുപ്പ് എന്നൊക്കെ പറഞ്ഞ് ബിൽഡൊക്കെ ചെയ്ത് ഇൻട്രോ ഒക്കെ തന്ന് നമുക്ക് തന്നേക്കുന്നത്. താഴെ കൊടുത്തിരിക്കുന്നതിൽ കറിയുപ്പിൻ്റെ രാസനാമം തിരഞ്ഞെടുക്കാം. ഇത്രേ ഉള്ളൂ, ഈസിയാണ്. സോഡിയം ക്ലോറൈഡ്. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. ലോഹങ്ങളിൽ ഒന്ന് മെർക്കുറി ആണെങ്കിൽ ഇതാണ് നമ്മുടെ ചോദ്യം. ലോഹങ്ങളിൽ ഒന്ന് മെർക്കുറി ആണെങ്കിൽ ആ ലോഹസങ്കരം ഏത് പേരിൽ അറിയപ്പെടുന്നു? വെങ്കലം, മാഗ്നാലിൻ, അമാൽഗം, സ്റ്റെയിൻലെസ് സ്റ്റീൽ. ഇത് നന്നായി പഠിച്ചു വെക്കുന്ന ചോദ്യങ്ങളൊന്നാണ്. നമുക്ക് ലോഹസങ്കരം നമ്മൾ പഠിച്ചിരുന്നു അല്ലേ? 2 അതിലധികമോ ഘടകമൂലകങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ളതും അതിലൊന്നെങ്കിലും എന്താണ് ലോഹവുമായിട്ടുള്ളവയാണ് നമ്മൾ ലോഹസങ്കരം എന്ന് പറയുക. ലോഹസങ്കരങ്ങളിൽ എവിടെയെങ്കിലും മെർക്കുറിയുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ ആ ലോഹസങ്കരത്തെ നമ്മൾ അമാൽഗം എന്ന പേരിൽ അറിയപ്പെടുള്ളൂ. ആരുടെ സാന്നിധ്യം? മെർക്കുറി. ഓർത്ത് വെച്ചോണം. ലോഹങ്ങളിൽ ഒന്ന് മെർക്കുറി ആണെങ്കിൽ ആ ലോഹസങ്കരം അറിയപ്പെടുന്ന പേര് എപ്പോഴും അമാൽഗം എന്നാണ്. അത് നന്നായി തന്നെ ഓർത്ത് വെച്ചോണം. ഇപ്പോൾ സോഡിയം അമാൽഗം എന്ന് പറഞ്ഞാൽ സോഡിയത്തോടൊപ്പം ആരുമുണ്ടോ അതിൽ മെർക്കുറി കൂടി അടങ്ങിയിട്ടുണ്ട് എന്നാണ് അർത്ഥം. ഓക്കെയാണ്. അതായത് മെർക്കുറി എവിടെയെങ്കിലും അടങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലോഹസങ്കരത്തിൻ്റെ പേര് അമാൽഗം എന്നായിരിക്കും. ഓർത്ത് വെച്ചിരിക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഏതാണ്?
ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന മൂലകം ഏതാണെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് നോക്കാം. ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ഹീലിയം 4 പേരുണ്ട്. ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുക, എർത്ത് ക്രസ്റ്റിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുക തുടങ്ങിയ ചോദ്യങ്ങൾ ചോദിച്ചാൽ തന്നെ നമ്മൾ ശ്വസിക്കുന്ന വാതകം അങ്ങ് എഴുതിയേക്കണം. ഏതാണ്? ഓക്സിജൻ ആണ്. ഭൗമോപരിതലം, ഭൂവൽക്കം, അവിടെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ആരെയാണ്? ഓക്സിജനെയാണ് കാണപ്പെടുന്നത്. ഇനി അടുത്ത ചോദ്യം, വാഹനങ്ങളുടെ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? അപ്പോൾ നമുക്കറിയാം വാഹനങ്ങളുടെ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട്, നൈട്രിക് ആസിഡ് ഉണ്ട്, സൾഫ്യൂരിക് ആസിഡ് ഉണ്ട്, ഫോസ്ഫോറിക് ആസിഡ് ഉണ്ട്. എല്ലാ ആസിഡുകളെ കുറിച്ചും നല്ല പരിചയമാണ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് ആമാശയത്തിൽ കാണപ്പെടുന്നു. വാഹനങ്ങളുടെ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ആസിഡ് എപ്പോഴും ഏതായിരിക്കും? സൾഫ്യൂരിക് ആസിഡ് ആയിരിക്കും. വാഹനങ്ങളുടെ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ആസിഡ് സൾഫ്യൂരിക് ആസിഡ് ആണെങ്കിൽ വാഹനങ്ങളുടെ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ലോഹം ചോദിച്ചാൽ ലെഡാണ്. ലോഹം ഏതാണ്? ലെഡാണ്. ഓർത്ത് വെച്ചോണം കേട്ടോ. അപ്പോൾ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആമാശയത്തിലുള്ള ആസിഡാണ്. നൈട്രിക് ആസിഡ് സ്വർണത്തിൻ്റെ ശുദ്ധത അറിയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആസിഡാണ്. വായുവിൽ പുകയുന്ന ആസിഡാണ് ഏത്? നൈട്രിക് ആസിഡ്. ഫോസ്ഫോറിക് ആസിഡ് നമ്മുടെ ശീതളപാനീയങ്ങളിലൊക്കെ പുളിപ്പ് രൂപപ്പെടാൻ വേണ്ടി യൂസ് ചെയ്യുന്ന നല്ലൊരു പ്രിസർവേറ്റീവ് കൂടിയാണ് ഇത് ഫോസ്ഫോറിക് ആസിഡ് എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ സൾഫ്യൂരിക് ആസിഡിനെ കുറിച്ച് മറന്നുപോയില്ല. വാഹനങ്ങളുടെ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണെന്ന് ചോദിച്ചാൽ അത് സൾഫ്യൂരിക് ആസിഡ് ആണ്, മറക്കരുത്. നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായി എന്ന വിശ്വാസത്തോടു കൂടി നിർത്തുന്നു. താങ്ക് യു ഓൾ.